ഗണപതേ നമഃ. ബ്രഹ്മദേവോ നമോ നമ. 1179 ആണ്ട് ചിങ്ങമാസം 22 തീയതി, അതായത് 2003 സെപ്റ്റംബർ 7 രാവിലെ 10:20-നും 11:10-നും മധ്യേ തുലാം ലഗ്നെ ശുഭമുഹൂർത്തം. അല്ല, ഇന്ന് നേരത്തെ തൊഴുതു കഴിഞ്ഞോ രണ്ടാളും? ഉവ്വ്, തൊഴുതു. ശാസ്താവിനെ കണ്ടു, നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ചേച്ചി കണ്ടു, ഞാനോ? മോളെ, നിനക്ക് ദൈവത്തിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിന് നിന്നെ കാണാലോ. ഞങ്ങളെല്ലാം കാണുന്നത് ഈശ്വരന്റെ ബാഹ്യരൂപം മാത്ര. അകക്കണ്ണുകൊണ്ട് നീ കാണുന്നതാ യഥാർത്ഥ രൂപം. ഇവൾ എപ്പോഴും ഇങ്ങനെയാ. ഞാൻ തൊഴുതിട്ട് വരാം. ഗോമതി, നേരെ എത്രയായി? മാളൂന് ജോലിക്ക് പോകണ്ടേ? രാവിലത്തേക്കുള്ള ആഹാരം ഒന്നും ശരിയായില്ലേ? ഓ, എല്ലാം ശരിയായി. ഉച്ചയ്ക്കുള്ള ഊണ് വരെ റെഡി. ആഹാ. മാളു, ബാ, ഇരുന്ന് വല്ലതും കഴിക്കേ. എനിക്ക് വേണ്ടമ്മേ. എന്തെങ്കിലും കഴിക്കും മോളെ. വേണ്ടമ്മേ, എനിക്ക് വിശപ്പില്ല. കണ്ടോ, കല്യാണമായപ്പോ ചേച്ചിക്ക് വിശപ്പും ഇല്ല, ദാഹവും. അച്ഛാ, ആ ഇൻവിറ്റേഷൻ കാർഡ്സ്. എല്ലാവർക്കുള്ള കാർഡ് ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നിന്റെ കല്യാണത്തിന് ആരും വിളിച്ചില്ല എന്നുള്ള പരാതി ഉണ്ടാവരുത്. പോയിട്ട് വറ്റമ്മേ. പോട്ടെ മോളെ. നിന്നെ ഇന്ന് ഞാൻ നിനക്കൊരു മീശയുടെ കുറവുണ്ട്. വേണ്ട, എനിക്ക് സ്കൂളിൽ പോകേണ്ടതാ. വേണ്ട, സ്കൂളിൽ ബല്ലടിക്കും. ശരി, എന്നാ നിനക്കൊരു ഉമ്മ തരാം. ഇത് കണ്ടോ അമ്മേ, എന്നെ സ്കൂളിൽ കൊണ്ടുവിടാൻ പറഞ്ഞിട്ട് ഇവിടെ ഓരോന്ന് കുത്തി വരച്ചോണ്ട് നിക്കണത്. കുത്തി വരക്കല ഇത്? എടാ, അവൾക്ക് സമയം വൈകും, കൊണ്ടുവിടടാ. മനുഷ്യന് മനസ്സിലാവുന്ന വല്ലം വരയ്ക്ക്. ഇതിലെന്താ മനസ്സിലാവാത്തത്? ഈ ബ്ലൂ എന്താ? ഇത് കടല്. അപ്പൊ മേലെ കാണുന്ന ബ്ലൂവോ? അത് ശുദ്ധസുന്ദരമായ ആകാശം. രണ്ടും എഴുതി വെക്കണം. ഇനി ശുദ്ധസുന്ദരമായ ആകാശേ എന്നെ കൊണ്ടുവിട്ടിട്ട് വരച്ചാ മതി. ദേ, സുന്ദരിയായ പെണ്ണ് ഇതുപോലെ വല്ലതും വരച്ചു പഠിക്കും. ഇതാണോ സൗന്ദര്യം? ഓ, എന്താ എനിക്ക് സൗന്ദര്യമില്ലേ? ഉണ്ടേ, നീ ഭൂലോക സുന്ദരിയല്ലേ. നീയല്ലേ എന്റെ എല്ലാ സൗന്ദര്യവും. വൈകുന്നേരം വിളിക്കാൻ വരില്ലേ? പിന്നെ വരാതെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സർ. ഓ, താങ്ക് യു.
വിഷ് യു ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു സർ. വെൽക്കം. മഴ പെയ്താൽ വള്ളത്തിൽ കയറി എല്ലാവരും ബുക്ക് എടുത്തോളൂ. ശ്രദ്ധിച്ചിരിക്കെ. കല്യാണത്തിന് കൂടുതൽ സൗകര്യം സൂര്യ ഓഡിറ്റോറിയം ആയിരുന്നു. അത് ബുക്കിംഗ് ആയി പോയില്ലേ? അത് അനന്ത മെമ്മോറിയൽ ബുക്ക് ചെയ്തത്. അതെ. ആ രാമു, നമ്മുടെ മുല്ലയ്ക്ക് നാരായണനെ നേരിട്ടൊന്നു എന്ന് കണ്ട് പറയണം. ശരി. രാമുവിന് നല്ല പണിയാണല്ലോ. കല്യാണം ഇങ്ങ് അടുത്തില്ലേ, എന്നെ സഹായിക്കാൻ ഇവനല്ലാതെ വേറെ ആരാ ഉള്ളത്? ആരാ? രാമുവാ? അതെ. എന്താ നിർത്തിക്കളഞ്ഞേ? വായിക്കൊന്നൂടെ? ഇനി ആ കൈയൊന്ന് നീട്ടിക്കേ. ഓ, ഇത് മറന്നില്ല അല്ലേ? എന്തൊക്കെയായാലും രാമുവിനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യ. പാവങ്ങളാണെങ്കിലും അവന്റെ വീട്ടുകാർ നല്ല ആളുകളാ. ആ, ഞാൻ വന്ന കാര്യം പറയാൻ മറന്നു. കല്യാണ സാരി എടുക്കാൻ നമ്മൾ എല്ലാരും കൂടി ചെല്ലണമെന്നാ വൈശാഖം പറയണേ. അങ്ങനെ ആയിക്കോട്ടെ. എന്താ ടീച്ചർ കല്യാണത്തിന് വരില്ലേ? പിന്നെ വീട്ടിലെല്ലാവരോടും പറയണം. പറയാം. കുട്ടികളെയും കൊണ്ടുവരണം. ടീച്ചറെ, ഈ പാവം കൊറേ നേരെ കാത്തു നിൽക്കണു. വൈശി കൊറേ നേരമായി വന്നിട്ട്. ഇപ്പൊ വന്നോളൂ, കേറ്. വിശേഷം കിട്ടി. അത് ശരി. മാത്രം പോലെ ചെലവുണ്ട്. അതിനെന്താ, ടീച്ചർ കല്യാണത്തിന് വരണോട്ടോ. ഓക്കെ. ശരി. ബൈ ബൈ. ഇന്നെന്താ പതിവില്ലാതെ ഇത്ര വലിയ സന്തോഷവും ഈ ട്രീറ്റും ഒക്കെ? എന്താ വല്ല ലോട്ടറി അടിച്ചോ? അടിച്ചു മോളെ, അടിച്ചു. ലോട്ടറിയേക്കാ വലുതൊന്ന്. ഇതുവരെ ഈ വൈശാഖൻ ഒരു സാധാ ചിത്രകാരനല്ലേ ആയിരുന്നുള്ളൂ. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇന്നു മുതൽ ഈ വൈശാഖൻ ഒരു റോയൽ പെയിന്ററാണ്. നാട് നീങ്ങിയ മഹാരാജാവ് ശ്രീചിത്ര തിരുനാളിന്റെ ഛായാചിത്രം പുതിയ നിയമസഭാ ഹാളിൽ വരച്ചു ചേർക്കുന്ന ആരാന്നറിയാമോ? ആ, ഈ വൈശാഖൻ. എന്റെ ഗുരുവായൂരപ്പ, സത്യമാണോ വൈശി? ഹണിമൂൺ എവിടെ വെച്ചെന്ന് പറയുമാളൂ, പറ. പാടുന്നു. ദാ, അത് കണ്ടോ? എന്ത്? അങ്ങോട്ട് നോക്ക്. കണ്ടോ മാളൂ, എത്ര കുട്ടികളെന്ന് നോക്കിയ അവർക്ക്. ഇനി ഞാനെന്റെ ഒരു ആഗ്രഹം പറയട്ടെ, സാധിച്ചു തരൂ? സാധിച്ചു തരുമെന്ന് പറയാം. എന്താ? 1 2 3 4 4 ഒരു 4-5 കൊല്ലം കഴിയുമ്പോ നമുക്ക് ഇതുപോലെ വരണം. അതിനെ എന്നെ നോക്കണ്ട. അപ്പൊ പിന്നെ ഞാൻ വേറെ കല്യാണം കഴിച്ചോളാം. എന്നാ കഴിക്ക്. ഏയ് ഏയ് മാളു, മിടുക്കി കൊക്കി കുണുങ്ങി നടക്കും മിടുക്കി
കാറ്റിന്റെ കാൽത്തളകൾ കിലുക്കി കിലുക്കി നടക്കുന്നേ ചിരിക്കി ചിരിക്കും മിടുക്കി ഒക്കി കുണുങ്ങി നടക്കും മിടുക്കി കാറ്റിന്റെ കാൽത്തളകൾ കിലുക്കി കിലുക്കി നടക്കുന്നേ അക്കരെ കടവത്തൊരു തോണിയൊരുക്കം ഇക്കരെ പൂ കൊണ്ടൊരു പന്തലൊരുക്കം വടക്ക് വടക്ക് വേളിക്കാവിൽ തകിലടി താളം കിഴക്ക് കിഴക്ക് പുലരി മഴയിൽ ചിരികളിമേളം ചിരിക്കി ചിരിക്കും മിടുക്കി കൊക്കി കുണുങ്ങി നടക്കും മിടുക്കി കാറ്റിന്റെ കാൽത്തളകൾ കിലുക്കി കിലുക്കി നടക്കുന്നേ മോഹമുത്തുമണിമുത്തിൻ മുത്തുമാലയിട്ടവളെ പത്മരാഗമുക്കുത്തി കല്ലണിഞ്ഞവളെ മോഹമുത്തുമണിമുത്തിൻ മുത്തുമാലയിട്ടവളെ പത്മരാഗമുക്കുത്തി കല്ലണിഞ്ഞവളെ എത്രയുൾക്കിനാവു കണ്ടു നിന്നെ ഞാൻ എത്ര രാക്കിനാവു കണ്ടു നിന്നെ ഞാൻ ഒരുങ്ങി എന്റെ വിരിമാറിൽ ചേർന്നു മെല്ലെ നിന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും ഇന്നു നിന്നെ ഞാൻ സ്വന്തമാക്കും ചിരിക്കി ചിരിക്കും മിടുക്കി കൊക്കി കുണുങ്ങി നടക്കും മിടുക്കി കാറ്റിന്റെ കാൽത്തളകൾ കിലുക്കി കിലുക്കി നടക്കുന്നേ കുറുമ്പിന്റെ കൊമ്പു പോലും ഓമനക്കൊലുസുകൾ പൂമിഴിക്കിനാവിനുള്ളിൽ ഓണവില്ലുകൾ കുറുമ്പിന്റെ കൊമ്പു പോലും ഓമനക്കൊലുസുകൾ പൂമിഴിക്കിനാവിനുള്ളിൽ ഓണവില്ലുകൾ തൂവൽ കൊണ്ടു മെല്ലയെന്നു തൊട്ടുഴിഞ്ഞു നീ ഉൾക്കൂട്ടിലെന്റെ പൈങ്കിളിയായി പാടി വന്നു നീ ആദ്യത്തെ നോട്ടത്തിൽ ആദ്യത്തെ ഭാവത്തിൽ എന്നെ നീ ദേവനാക്കി അന്നെന്നെ നീ ദേവനാക്കി ചിരിക്കി ചിരിക്കും മിടുക്കി കൊക്കി കുണുങ്ങി നടക്കും മിടുക്കി കാറ്റിന്റെ കാൽത്തളകൾ കിലുക്കി കിലുക്കി നമസ്കാരം. എന്താ എല്ലാവരും കൂടി? അല്ല നേതാവേ, അറിയാണ്ട് ചോദിക്കുക. നമ്മൾ ഭരണപക്ഷമാണെന്ന് കരുതി അവരുടെ എല്ലാ വൃത്തികളും സഹിക്കണോ? ഇന്നലെ തെക്കേങ്ങാടിയിൽ നമ്മൾ കെട്ടിയിരുന്ന റാലിയുടെ ബാനർ മുഴുവൻ അവരെ കീറിക്കളഞ്ഞു. ഇതെല്ലാം ചെയ്യിക്കുന്ന ആ വിക്രമനാ. അവനെ ഞങ്ങൾ തട്ടിക്കൂട്ടും. വരട്ടെ വരട്ടെ, ഒന്നും എടുത്തുകാടി ചെയ്യരുത്. അല്ല അങ്ങനെ പറഞ്ഞ എങ്ങനെ? പറയണ കേക്കടോ, നാളെയല്ലേ നമ്മുടെ ജാഥ. അറ്റിയില്ലെങ്കിൽ തട്ടിക്കളഞ്ഞു, അറ്റിയില്ലെങ്കിൽ തട്ടിക്കളഞ്ഞു. വേണമെങ്കിൽ നമ്മുടെ ബാബുവിനെ കൂട്ടിക്കോ. അയ്യോ, കൊല്ലണോ? നമ്മുടെ പാർട്ടിയുടെ പേരിൽ ഇരിക്കട്ടോ അവന്മാർക്കൊരു രക്തസാക്ഷി. പ്രിയപ്പെട്ട നാട്ടുകാരെ, രാഷ്ട്രീയ സുഹൃത്തുക്കളെ, യാതൊരുവിധ പ്രകോപനവും കൂടാതെ ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ആക്രമിച്ച് തീവെക്കുകയും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്ത രാഷ്ട്രീയ കാപാലികരുടെ നിഷ്ഠൂരമാണ്. കടകളടച്ചും യാത്ര ഒഴിവാക്കിയും ഞങ്ങളോട് സഹകരിക്കണമെന്ന് പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതെന്റെ ഉപജീവനമാർഗമാണ്. അത് നിങ്ങൾ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതാ, ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. അയ്യോ വേണ്ട മക്കളെ, അയ്യോ വേണ്ട എന്റെ വായ്പ
നീ ഒന്ന് സമാധാനിക്കേ. ആശുപത്രി എത്താറായി. എന്റെ ഭാര്യ പ്രസവവേദന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാ. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഒരു ഫോൺ ചെയ്ത്. വൈശേ, ഞാനാ. ശരി. നിനക്ക് കട ഇറക്കാനായി. വേണ്ടടാ, ഇനി അങ്ങനെ കട അടിച്ചു കൊടുക്കണം. എന്താ മൂത്ത്? അയ്യോ, ഒന്നും ചെയ്യരുത്. ചേട്ടാ, ഒന്നും ചെയ്യരുത്. ചേട്ടാ, ഒന്നും ചെയ്യരുത്. എന്താ തലയിൽ എന്താ പറ്റിയത്? ബസ്സിൽ വരുമ്പോ ബന്ധുകാരറിഞ്ഞതാ. നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടേ? ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ നിന്ന് എത്തിയാ മതി. അതിപ്പോ മതിയല്ലോ മതിയല്ലോ. സർ, ബന്ധുകാരെ പരിക്കേൽപ്പിച്ചൊരു കുട്ടിയെ എങ്ങനെയും ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്നാ വേഗം കയറി. അങ്ങോട്ട് നീ വാ, അങ്ങോട്ട് ഇരുന്നോളൂ. എക്സ്ക്യൂസ് മീ മാഡം, എന്താ പേര്? മാളവിക. എവിടെ വർക്ക് ചെയ്യുന്നു? സ്കൂൾ ടീച്ചറാ. എങ്ങോട്ട് പോകുന്നു? വീട്ടിലേക്ക്. അടുത്താണോ വീട്? കുറച്ച് ദൂരെയാണ്. ഈ ഹർത്താൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ട് നിങ്ങൾ കാണുന്നില്ലേ? കുറേയൊക്കെ നിങ്ങൾ ക്യാമറയിലുണ്ടല്ലോ. ഈ ആളുകളൊക്കെ വീട്ടിലെത്താൻ സൗകര്യം. നിങ്ങളൊക്കെ തന്നെയല്ലേ ഇതിന് കാരണം? ഞങ്ങളോ? നിങ്ങളൊക്കെ തന്നെയല്ലേ ഇതിന് കാരണം? ഞങ്ങളോ? സാമൂഹ്യ ബോധമില്ലാത്ത കുറെ വിവരം കെട്ടവർ പൊതുമുതൽ നശിപ്പിക്കുന്നു. അതിനെല്ലാവരും കുറ്റം പറയരുത്. എന്താ മക്കളെ മക്കളെ ഞാൻ അറിഞ്ഞില്ല. ഞാൻ മക്കളാ മക്കളാ പട്ടാരൊട്ടൊക്കെ ബന്ധു കാരണം ജീവിക്കപ്പെട്ടതായി. ഇനി ബസ് കാണുമെന്ന് തോന്നണില്ല. സമയം ഇത്രയായില്ലേ. ഞാൻ നടക്കാൻ പോവാ. എന്നാ ഞങ്ങൾ നടക്കുക. യെസ് സർ, ഞങ്ങൾ എത്തി. ഇവിടെ കൂടുതൽ എന്നെയുണ്ട്. ഇവിടെ പ്രശ്നങ്ങളാണ്. എന്താടാ നോക്കിക്കണേ? വഴിയൊന്നും വരടാ. എടുത്ത് മാറ്റ. ആരും പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇനി വണ്ടികളൊന്നും വരില്ല. കുട്ടിക്ക് എങ്ങോട്ടാ പോവേണ്ടേ? ഞാൻ ഡ്രോപ്പ് ചെയ്യും.
അകത്തേക്ക് ചെല്ല്. ആന്റി എന്നെ കണ്ടില്ലെങ്കിൽ വീട്ടുകാര് വിഷമിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ? വഴിക്ക് എല്ലാ സ്ഥിതിയും നമ്മൾ കണ്ടതല്ലേ. രാജി, മാളുവിനെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോവാ. മാഡം, മിനിസ്റ്റർ വാസുദേവൻ സാർ വിളിച്ചിരുന്നു. എന്തായാലും അയാൾ ഭാഗ്യമുള്ളവനാ. മാഡം, അമ്മ. എന്താ ജാനു, മോളെ കണ്ടിട്ട് പോയിട്ട് 3-4 ദിവസമല്ലേ ആയിട്ടുള്ളൂ? സ്വന്തം കുഞ്ഞുങ്ങളെ എത്ര കണ്ടാലും കൊതി തീരുവോ കൊച്ചമ്മേ? ആ, അത് ശരിയാ. അച്ഛൻ അസുഖം കൂടുതലാണ്. തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനെന്താ, കാശ് വേണം അല്ലേ? എന്റെ കൂടെ നിൽക്കുന്ന കുട്ടികളാരും കാശില്ലാത്തന്റെ ദുരിതം അനുഭവിക്കരുത്. ക്രിസ്റ്റി, ക്രിസ്റ്റി, മോളെ. ഇല്ല ആന്റി, എനിക്ക് പോണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇന്നിവിടെ എന്റെ കൂടെ താമസിക്കാം. ഒന്നും പേടിക്കണ്ട മോളെ. ഇല്ല, എനിക്ക് എങ്ങനെയെങ്കിലും പോയേ പറ്റൂ. എങ്ങനെ പോവും? എനിക്കൊരു ഫോണെങ്കിലും ചെയ്യണം. അതിനെന്താ, ഫോൺ ചെയ്തോളൂ. ഈ ഫോൺ ഡിസോർഡറാ. അയ്യോ, ആ ബന്ധുകാരെല്ലാം തല്ലി തകർത്ത് കാണും. എന്തിനാ മോളെ വിഷമിക്കുന്നേ? ഇനിയിപ്പൊ എന്ത് ചെയ്താലും ഇന്നിന് നിനക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. ആന്റി, എനിക്ക് പോയേ പറ്റൂ. മാഡം എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? നിനക്ക് പോണേ പോ. മാഡം, പുറത്തൊക്കെ ആകെ ബഹളമാ. ബന്ധും ലാത്തിചാർജും ബസ് കത്തിക്കലും. ഒരു വണ്ടി പോലും റോട്ടിലില്ല. മാളു, കേട്ടില്ലേ? ഈ അവസ്ഥയില് മോക്ക് വീട്ടിൽ പോണോ? വാ മോളെ. വാ, ആന്റി പറയുന്ന കേക്ക്. നാളെ രാവിലെ ആന്റി തന്നെ മോളെ വീട്ടിൽ കൊണ്ടാക്കാം. വാ. ദേ, മോളെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്തോ ബന്ധും കുന്തുവാണെന്നൊക്കെ കേട്ടു. ഒന്ന് പോയി അന്വേഷിക്കൂ. വൈശാഖനും രാമും പോയിട്ടുണ്ടല്ലോ. നീ ഒന്ന് സമാധാനായിട്ടിരിക്കണ്ട ഗോമതി. എന്താണാവോ ഈശ്വര താമസിക്കുന്നത്? ജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് IPC 144 വകുപ്പ് പ്രകാരം അകത്തല പഞ്ചായത്തിൽ ജില്ലാ കലക്ടർ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നു. ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതും മാരകായുധങ്ങൾ കൈവശം വെക്കുന്നതും ഇന്ത്യൻ ശിക്ഷാ നിയമം 144 വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ്. മാഷേ, മാഷേ. ആരാ? ആ, മാഷോ? എന്താ മാഷേ ഈ നേരത്ത്? മാളുവിന് എന്താ? മാളുവിന് എന്ത് പറ്റി? അവൾ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് മുമ്പേ പോയല്ലോ. വിഷമിക്കണ്ട മാഷേ, ഒന്നും സംഭവിക്കില്ല.
മാഷേ മാഷ് വീട്ടിലേക്ക് പോയിക്കോളൂ. ഞാൻ അമ്മാവന്റെ വീട് വരെ പോയി നോക്കിട്ട് വരാം. എന്നാ ശരി മാഷേ. ശരി. കൊള്ളാലോ. ഏതാ ശോശാമേ പുതിയ പീസ്? അങ്ങോട്ട് നോക്കണ്ട, അത് മിനിസ്റ്റർക്കുള്ളതാ. അല്ല, അത് കഴിഞ്ഞ്. അത് പ്രത്യേകം പറയണ്ടല്ലോ. അത് മതി, ഞാൻ പോയിട്ട് വരാം. നമസ്കാരം. ഇരിക്കെ. സർ, വ്യാജരേഖ കേസുമായി വ്യാജരേഖ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ പാർട്ടിയുടെ അന്വേഷണത്തിലാണ്. ആ കേസിൽ ഉൾപ്പെട്ട താങ്കൾക്ക് ആഭ്യന്തരമന്ത്രിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടാൽ അടുത്ത ആഭ്യന്തരമന്ത്രി ആരായിരിക്കും? എന്നെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റുന്ന പ്രശ്നമേ ഇല്ല. ലീഡർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറെടുക്കുന്നതായി കേട്ടല്ലോ. ഓ, അതൊക്കെ നിങ്ങൾ മീഡിയക്കാരുണ്ടാക്കുന്നതല്ലേ. ഇന്നലത്തെ ലീഡർ പ്രസ്താവനയിൽ അതേക്കുറിച്ച് സൂചന ഉണ്ടല്ലോ. അതോ, ലീഡർക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല. പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനം അത് എന്ത് തന്നെയാണെങ്കിലും പാർട്ടിയോട് കൂടുതൽ അനുഭാവി എന്ന നിലയ്ക്ക് ഞാൻ അനുസരിക്കും. ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഹർത്താൽ അക്രമാസക്തമായിരുന്നല്ലോ. പോലീസ് തികച്ചും നിഷ്ക്രിയരായിരുന്നു. അതിനെപ്പറ്റി താങ്കൾ എന്ത് പറയുന്നു? കേരളത്തിന്റെ വികസനത്തെ തുരങ്കം വെക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഗൂഢതന്ത്രമാണിത്. അക്രമങ്ങളെ അമർ ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. സാർ, താങ്കളെ പറ്റി പാല് തന്ന കൈക്ക് തന്നെ കുത്തിയെന്നാണല്ലോ കേൾക്കുന്നത്. പാല് കൊടുത്ത കൈക്ക് കൊത്തിയ പലരും ഇന്ന് കേന്ദ്രമന്ത്രിമാരാണ്. ദാറ്റ്സ് ഓൾ. ഇനി എനിക്കൊന്നും പറയാനില്ല. സോറി, ഞാൻ നിങ്ങളെ നാളെ വിളിപ്പിക്കാം. ഓക്കെ? ഇന്ന് അങ്ങേക്ക് എന്റെ കൂടെ അത്താഴ വരുന്നു. വിരുന്നോ? ഇന്നെന്താ വിശേഷം? ഉണ്ടല്ലോ, അതൊരു സ്വർണ്ണ തളികയിൽ വെച്ച് ഞാൻ അങ്ങോട്ട് തരും. സ്വീകരിച്ചാ മതി. മനസ്സിലായി. ഞാനത് 2 കൈയും നീട്ടി സ്വീകരിക്കും. ഞാൻ ഉടനെ എത്തി. മാളു, സോഡ ഒഴിക്കാം. ഇരിക്കുമോളെ. ഇരിക്കുമാളൂ. ഇങ്ങനെ നാളിച്ചാൽ എങ്ങനെയാ? അങ്ങോട്ടിരിക്കേ. പിന്നെ സാറേ, സൽക്കാരമൊക്കെ സ്വീകരിക്കുന്നത് കൊള്ളാം. മാളുവിന്റെ ജോലി സ്ഥിരമാക്കി കൊടുക്കണം. അത് പിന്നെ ശോശാമ പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഇതാരാന്നറിയോ മാളുവിന്? വലിയ മന്ത്രിയാ. ഇനിയെല്ലാം മാളുവിന്റെ മിടുക്ക് പോലെ. ആ കുട്ടിക്ക് തന്ന ശീലല്ല. രാജി, മാളുവിനൊരു സ്പെഷ്യൽ ജ്യൂസ് കൊണ്ടുവാ. കുടിക്കേ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്തരുതേ. അവൾ എവിടെയാണെങ്കിലും നീ കാത്തോളണേ. അമ്മേ, ചേച്ചി ഇതുവരെ വന്നില്ലല്ലോ. ഇനി എപ്പോഴാ വരാ? വരും മോളെ. അച്ഛനും വൈശാഖനും തിരക്കി പോയിട്ടുണ്ടല്ലോ. ഗോമതി, ഹെഡ്മാസ്റ്റർ വീട്ടിൽ ചെന്നിട്ടില്ല. ഈശ്വരാ, വൈശാഖനോട് കിട്ടുമാന്റെ വീട്ടിൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാഷെ, മാളുവെച്ച് ആശുപത്രിയിലുണ്ടെന്ന് തോന്നുന്നു. ബന്ധിയിൽ പരിക്കേറ്റ് കുറച്ചൊരു ആശുപത്രിയിലുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കിയാലോ? അയ്യോ, എന്റെ മോള്. നീ പരിഭ്രമിക്കാതിരിക്കും ഗോമതി, അവക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. മാഷെ, ഞാനും കൂടി വരുന്നു.
എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല. രാമു, നീ എവിടെയും പോകരുത്. ദേവി ഒറ്റയ്ക്കേ ഉള്ളൂ. വാ. ഇതാരാ നിങ്ങളുടെ? എന്റെ ഭാര്യയാണ് സാർ. എന്താ പറ്റിയത്? ഞങ്ങൾ ബൈക്കിൽ വരുമ്പോ ഹർത്താലേര് പിടിച്ചിട്ട പോസ്റ്റിൽ തട്ടി എന്റെ ബൈക്ക് മറിഞ്ഞതാ. അങ്ങനെ പരിക്ക് പറ്റിയത്. എനിക്ക് മുറിവുണ്ട്. ഓ ശരി. മാളു എന്ന് പറഞ്ഞൊരു കുട്ടി ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പൊ കൊണ്ടുവരും. അതാ ബെഡ്. ആ, ദാ കൊണ്ടുവരുന്നു മാളുവിനെ. ടീച്ചറെ, ടീച്ചർക്ക് മനസ്സിലായോ? ഞാൻ പ്രസാദ്, പാലക്കാട് സ്കൂളില് ടീച്ചറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയില്ല മോനെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നീ എന്താ ഇവിടെ? ഞങ്ങള് മീഡിയക്കാരല്ലേ? ഇതേ ചോദ്യം നിന്നോട് ചോദിക്കട്ടെ. നീ എന്താ ഇവിടെ? എടാ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച കുട്ടിയെ മാളു. കൊല്ലൂടെ നിന്നെ ഞാൻ. ഇതിനാണല്ലോ നീ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. കൂൾ ഡൗൺ മാളു. നിനക്ക് എന്താടി ഇത്ര പ്രത്യേകത? നിന്നെ പോലെ എത്ര എണ്ണത്തിന് ഞാൻ കണ്ടിരിക്കുന്നു. നിന്നെ ഞാൻ. മോള് ഇപ്പൊ കുളിച്ച് ജോലിക്ക് പോവാൻ നോക്ക്. വൈകുന്നേരം ഇങ്ങ് വരണം. ഉള്ള സമയം കൊണ്ട് 10 കാശുണ്ടാക്കാൻ നോക്കടി. എന്തോ നഷ്ടപ്പെട്ടു എന്ന് തോന്നലില്ലേ നിനക്ക്? അതിനൊന്നും ഇപ്പൊ ഒരു വിലയില്ല. വിലയുണ്ടെന്ന് പറയുന്ന പെണ്ണുങ്ങളാ പത്രങ്ങളിലും ടിവിയിലും ഒക്കെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്നേ. അവരെ അതിനെ കൊള്ളത്തുള്ളൂ. അത്ര ഒരു പെണ്ണല്ല ഞാൻ. നിന്നെ നിന്റെ മന്ത്രിയെയും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. പുറത്തെറിഞ്ഞ നിനക്കും നിന്റെ കുടുംബത്തിനും തന്നെയാ ചീത്തപ്പേര്. വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണാ നീ. കെട്ടാൻ പോകുന്ന ചെറുക്കനെ നിന്നെ കൈയൊഴിയും. അതോർമ്മ വേണം. മാളു, നീ പുറത്ത് നിന്ന് ഇതിന്റെ പേരിൽ ഒരു ബഹളം ഉണ്ടാക്കരുത്. എനിക്കൊരു അബദ്ധം പറ്റിയതാ. ആഹാ, എന്നാ കാണിച്ചു തരാം. ക്രിസ്റ്റി, ഇവിടെ കൊണ്ടുവിട്. Oh,
എനിക്കിനി ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് ഒരു മോഹമില്ല, അതിനോട്ട് കഴിയൂല. പക്ഷേ നിന്നെങ്കിലും ഞാനിവിടെ രക്ഷപ്പെടുത്തും, തീർച്ച. ധൈര്യമായിട്ടിരിക്കെ. എന്താണ് നിന്റെ ഉദ്ദേശം? അന്നത്തെ ഹർത്താലിന്റെ അന്ന് നടന്നതല്ലേ? അതെ. അന്വേഷിക്കാം. ഇതെന്താ കേസ്? സർ, ഇവരുടെ മകളെ കാണാതായിരുന്നു. ഇതാ പരാതി. ആ, ഈ കേസിന്റെ സ്പെഷ്യൽ സ്ക്വാഡിനെ കൊണ്ട് അന്വേഷിപ്പിച്ചോളാം. സർ, നിങ്ങൾ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും നിങ്ങൾ എൻ്റെ കൂടെ വരും. ഇരിക്കെ. ഇത്തരം പല പരാതികളും ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അതൊക്കെ ചെന്നെത്തുന്നത് വേശ്യാലയത്തിലോ ഒളിച്ചോട്ടത്തിലോ ഒക്കെ ആയിരിക്കും. പെൺകുട്ടിയെ കണ്ടെത്തിയാൽ അവളെ സ്വീകരിക്കാൻ വീട്ടുകാർക്ക് മടി കാണും. കാരണം കുടുംബത്തിന് ചീത്തപ്പേരല്ലേ. ഇതും അങ്ങനെ തന്നെ ആവാം. ഇല്ല സർ, കുടുംബത്തിന്റെ സൽപ്പേരിനേക്കാൾ ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ മോള. ഏതവസ്ഥയിലും ഞങ്ങൾ അവളെ സ്വീകരിക്കും. ഇനി വല്ല പ്രേമോ മറ്റോ? ഇല്ല സർ, അവൾക്ക് കല്യാണം ഉറപ്പിച്ച പയ്യനായി നിൽക്കുന്നത്. ഇവര് തമ്മിലുള്ള കല്യാണം പണ്ടേ ഉറപ്പിച്ചതാ. അവൾ ഒരിക്കലും എന്നെ വിട്ടു പോകില്ല സർ. ഈ കേസിന്റെ വിവരം തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, മറ്റാരും അറിയണ്ട. കേസ് അന്വേഷണത്തിന് അത് തടസ്സമാകും. എന്നാ നിങ്ങൾ വയ്ക്കോ. ഹലോ, ശോശാമയല്ലേ? എടോ, ആ പെണ്ണിന്റെ വീട്ടുകാർ പരാതിയായി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോയി. ആ, എന്ത് പ്രശ്നമാവാൻ? പ്രശ്നമായേനെ. ഭാഗ്യത്തിന് വന്നുപെട്ടത് എന്റെ കയ്യിലാ. ആ, പിന്നെ ആഭ്യന്തരത്തെ വിളിച്ചൊന്ന് പറഞ്ഞേക്കെ. ശരി, ഓക്കെ. എന്നാ നോക്കട്ടെ, വൈകിട്ട് കാണാം. എല്ലാം സംസാരിച്ചില്ലേ? നീ ആ കാറിനടുത്ത് നിൽക്കുന്ന സ്ത്രീയെ കണ്ടോ? ആ, കണ്ടു. അത് ശോശാമയല്ലേ? സ്ഥലം മാറി വരുന്ന വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ ആദ്യം സൽക്കരിക്കുന്ന അവളായിരിക്കും. പുറമേ കാണുന്നവർക്ക് അവളൊരു പൊതുപ്രവർത്തകയാണെങ്കിലും ബിസിനസ് വേറെയാ. ഓ, നിന്റെ ടീച്ചറിന്റെ മകളില്ലേ, ആ ബന്ധിന്റെ ഒന്ന് കാണാതായ കുട്ടി, അതിലും ഇവൾക്ക് എന്തെങ്കിലും പങ്കുണ്ടാവും. ഏയ്, അങ്ങനെ വരൂ. ഏതെങ്കിലും കെണിയിൽ പെടുത്തിയിട്ടുണ്ടാവും. അതിനൊന്നും മടിക്കാത്തവൾ അവള്. ഹായ് ലെന, എന്തായി മഴയത്ത്? പറയാം. വാ, കേറ്. മുഴുവൻ നനഞ്ഞു. എന്താ ലെന? സക്സസ്. വി ഗോട്ട് എ ക്ലിയർ പ്രൂഫ്. എന്താ അത്? മാളു മിസ്സായതിന് എനിക്കൊരു തെളിവ് കിട്ടി പ്രസാദ്. എന്ത് തെളിവ്? ഞാൻ ബന്ധിന്റെ കാസറ്റ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ അതിൽ ശോശാമ്മ മാളുവിനെ വണ്ടിയെ കെട്ടിക്കൊണ്ടുവന്നൊരു ഭാഗം കണ്ടു. ഒരാൾക്ക് ലിഫ്റ്റ് കൊടുത്തു വിചാരിച്ച് അതൊരു തെളിവാണോ? ആണല്ലോ, ശോശാമ്മയാണല്ലോ ലിഫ്റ്റ് കൊടുത്തത്. ആ, സംതിങ് റോങ് സംവെയർ, അല്ലേ? ശോശാമ കുര്യൻ? അതെ സർ, അവരാ പെൺകുട്ടി തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇത് നമുക്ക് ന്യൂസ് ആയിട്ട് കൊടുക്കാം. നോനോ, അങ്ങനെ ഒരു റിപ്പോർട്ട് നമ്മുടെ ചാനലിൽ വരാൻ പാടില്ല. അവരിവിടെ ഒരുപാട് പിടിപാടുള്ള സ്ത്രീയാ. കൊള്ളാവുന്നവരെ കുറിച്ച് വെറുതെ നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കി ചാനലിൽ കൊടുത്ത് കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നെന്തിനാ? അല്ല സർ, ആ പെൺകുട്ടി അവരുടെ കസ്റ്റഡിയിലുണ്ട്. സി മിസ്റ്റർ പ്രസാദ്, നിങ്ങളോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇതൊന്നും അതിനുള്ള തെളിവല്ല. വി വാണ്ട് ക്ലിയർ പ്രൂഫ്. അതാണ് നമുക്ക് വേണ്ടത്. പ്രസാദ് അതുണ്ടാക്കും. ചാനലിന്റെ മുഴുവൻ കഴിവും നമുക്ക് പ്രയോജനപ്പെടുത്താം. ഓക്കെ? അല്ല സർ,
ഇതോളി. താൻ എവിടെ നിന്നുകൊണ്ട് കൊള്ളാവുന്ന വിഷ്വൽസ് വല്ലതും എടുക്കും. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ, ശരി. ഇവൻ എന്താ ഇവിടെ? ആ, നിങ്ങൾ അകത്തേക്ക് പൊയ്ക്കുള്ളൂ. അവിടെ ഉള്ളവരെല്ലാം വലിയ ആൾക്കാരാ, നന്നായി എന്റർടൈൻ ചെയ്യണം. ഹായ് മാഡം. ആ, വരൂ പ്രസാദ്, ഇരിക്കൂ. എന്താ മീഡിയക്കാരൊക്കെ ഇവിടെ? ഞങ്ങള് മീഡിയക്കാരല്ലേ നിങ്ങൾ ഒഴിവാക്കാറുള്ളൂ. അതെന്താ പ്രസാദ് അങ്ങനെ? ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് നിങ്ങൾ മീഡിയക്കാർ. എന്നിട്ട് നിങ്ങൾ ഈ റിസോർട്ട് വാങ്ങിയാലും ഞങ്ങൾ അറിയിച്ചില്ലല്ലോ. ഓ, അതോ? ഇതൊരു വലിയ കാര്യമാണോ? ആ, പിന്നെ പ്രസാദിന് എന്താ വേണ്ടത്? ചായയോ കോഫിയോ അല്ലെങ്കിൽ ഹോട്ടായിട്ട് എന്തെങ്കിലും? നോ താങ്ക്സ്. ഇതുവഴി എന്റെ അടുത്ത് വന്നത്? ഈ കുട്ടി അറിയോ? ഇല്ല, എനിക്കറിയില്ല. അറിയും. അറിയില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഈ പറയുന്ന വിശ്വസിച്ച് മടങ്ങി പോകാൻ വന്നവനല്ല ഞാൻ. ഈ കുട്ടി നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ അവളെ വെച്ച്. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? അറിയാം, ഒരു പെമ്പ്. അതിന് മലയാളത്തിലൊരു വാക്കുണ്ട്, കൂട്ടിക്കൊടുപ്പുകാരി. കൂൾ ഡൗൺ മാഡം, എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. See this photograph. ഇതിനെക്കുറിച്ച് മാഡത്തിന് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും അറിയില്ല. ആ പെൺകുട്ടി നിങ്ങളുടെ കയ്യിൽ വന്നു പെട്ടത് മുതലുള്ള നിങ്ങളുടെ അവളുടെയും ഓരോ ചലനങ്ങളും ദാ ഇതിലുണ്ട്. എന്താ കാണണോ? വേണമെങ്കിൽ മോണ്ടലിട്ട് കാണിക്കാം. നിങ്ങൾ അവളെ ആർക്കൊക്കെയാണ് ഞാൻ പറയണോ? ഉപദ്രവിക്കരുത് പ്ലീസ്. സഹായിക്കാം. മനുഷ്യന്റെ എല്ലാ ബലഹീനതയും ഉള്ള ഒരാളാണ് ഞാനും. വലിയ ആളുകൾക്ക് മാത്രമല്ലോ പെൺകുട്ടികളെ വേണ്ടത്. എനിക്കും പെണ്ണുങ്ങളൊരു ആകർഷണമാണ്, പ്രത്യേകിച്ച് ആ കുട്ടി. എനിക്ക് അവൾ അറിയാം. ആ, എന്താ അവളുടെ പേര്? മാളൂന്നല്ലേ? അതെ. വിവാഹം നടക്കാത്തതിലും നിങ്ങൾ അവളെ തട്ടിക്കൊണ്ടു പോകുന്നതിലും ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്റെ സഹായം ആവശ്യമില്ലായിരിക്കാം. ഒരുപാട് തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഒരു TV റിപ്പോർട്ടർ നിലയിൽ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ശോശാമ്മ പറയുന്നത് ശരിയായിരിക്കാം. മാളിനോട് പ്രസാദിന് താല്പര്യവും ഉണ്ടായിരിക്കാം. ഉണ്ടായിരിക്കാമെന്നല്ല, ഉണ്ട്. ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു TV റിപ്പോർട്ടർ നമ്മുടെ കയ്യിലും ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാ. ഇപ്പോ പത്രക്കാരേക്കാൾ ശക്തരാണല്ലോ ചാനലുകാര്. അതിൽ സംശയമില്ല. പക്ഷേ ആ പെണ്ണ് ഇവിടെ ഉണ്ടോന്നറിയാനും നമ്മുടെ രഹസ്യങ്ങൾ ചോർത്താനുമാണ് അവൻ വരുന്നതെങ്കിലോ? അല്ല, അങ്ങനെയാകാനാണ് സാധ്യത. ഞാനത് ഓർത്തില്ല. നമ്മളിനി എന്തോ ചെയ്യും? വഴിയുണ്ടാക്കാം. ഹായ്. വരൂ, ഞാൻ കാത്തിരിക്കായിരുന്നു. ഇരിക്കും. മാഡം, മാളൂനോട് കാര്യങ്ങളൊക്കെ. പ്രസാദ് വറീഡാകണ്ട, അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എന്റെ ഈ സർക്കിളിൽ എല്ലാ വലിയ ആൾക്കാരും ഉണ്ട്. ഒരു മീഡിയക്കാരന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രസാദ് ആ കുറവ് നികത്തി. എന്നെ സഹായിക്കണം എല്ലാ വിധത്തിലും. തീർച്ചയായും. ആ, എന്നാ പ്രസാദ് മുകളിലോട്ടിയല്ലേ? മാളു, ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്ന നിന്റെ എല്ലാവരും സഹകരണം ഉണ്ടെങ്കിൽ എനിക്കത് പറ്റൂ. മാളു, എന്താ
നീയാണല്ലേ TV ചാനൽ എന്നൊക്കെ പറഞ്ഞ് ഇതാണല്ലേ പണി? എനിക്കൊന്നും അറിയില്ല സർ. എല്ലായിടത്തും അറിയിച്ചു തരാം. നടക്കടാ. പെണ്ണുങ്ങളെ കെട്ടി എനിക്കൊന്നും അറിയില്ല സർ. നിന്റെ സർ, തണ്ടയിൽ please. ഞാൻ ചവിട്ടി വരും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ഞാൻ പറഞ്ഞല്ലേ. എങ്ങനെയെങ്കിലും എന്നെ പ്രസാദ് വറീഡാവണ്ട. ഈ കേസൊക്കെ പുഷ്പം പോലെ തള്ളിപ്പൊക്കോളും. എന്നെല്ലാം പറഞ്ഞ പോലെ. അപ്പൊ ഓഫീസിൽ കാണാം. പ്രസാദ്, എന്തെങ്കിലും പറ്റിയോ? ഏയ്, പോട്ടെ. ഇത് കണ്ടോ? പ്രസാദ്, ഇവിടെ നിർത്തിയാൽ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ ഇനി അനുഭവിക്കും. പക്ഷേ പാമ്പിനെ നമ്മൾ നോവിച്ചു വിട്ടത് ഇനി അങ്ങോട്ട് സൂക്ഷിക്കണം. ആ പെണ്ണിന്റെ തന്തയും തള്ളയും തകർന്നിരിക്കുക. ഇപ്പോഴാണെങ്കിൽ ആ കേസ് തേച്ചുമാച്ച് കളയാവുന്നതേ ഉള്ളൂ. ഈ സമയത്ത് അവൻ കൂടെ അവരുടെ കൂടെ ചേർന്നാൽ നമ്മുടെ സ്ഥിതി കൂടുതൽ അപകടത്തിലാവും. പിന്നെ അവൻ ഇത്രയുള്ളതെന്ന് നോക്കണ്ട, കുഴപ്പക്കാരനാ. പേടിക്കണ്ട, നമുക്ക് മറ്റൊരു വഴി നോക്കാം. ആ ഒരു ധൈര്യം മാത്രമേ എനിക്കുള്ളൂ. പേടിക്കണ്ടെന്നേ. കഴിക്കും മാഷേ. ശോശാമ്മയോ? ഇരിക്കൂ. ടീച്ചറെ, ഇന്നലെ മഹിളാ സമയത്തിന്റെ കമ്മിറ്റി കൂടിയിരുന്നു. മാളുവിനെ കാണാതായതിനെ കുറിച്ചൊരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് അയക്കാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും എന്റെ മോളെ. പിന്നെ ഈ കേസ് അന്വേഷിക്കുന്ന DYSP തോമസ് ജോൺ വളരെ നല്ലൊരു മനുഷ്യനാണ്. പിന്നെ ഇങ്ങനെയുള്ള കേസുകൾ വഷളാക്കുന്നതേ ചില പത്രക്കാരും ഇവനെപ്പോലുള്ള ചാനലുകാരുമാ. ഇവനെ കുറിച്ച് ഞാനും ചിലതൊക്കെ കേട്ടു. കേട്ടതൊക്കെ വാസ്തവമാണ്. ഇവനെ സൂക്ഷിക്കണം. ഇവനറിയാതെ മാളു എവിടെയും പോയിട്ടില്ല, എനിക്ക് ഉറപ്പാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നിക്കേ, നീ ഇനി ഇവിടെ വരരുത്. നിന്നെ പറ്റി കേട്ടതൊക്കെ അത്രയ്ക്ക് നല്ലതാ. ടീച്ചർ, ഞാൻ നിന്റെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇനിയിപ്പോ മാളവികയെ കാണുന്നില്ല എന്നുള്ള പ്രശ്നം പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളൊന്ന് തുടങ്ങി വെച്ചാ മതി. പത്രക്കാരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പിന്നെ അതങ്ങ് ജനങ്ങൾ ഏറ്റെടുത്തോളും. മാത്രമല്ല, ചില തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ശോശാമ്മയ്ക്ക് ഇതുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യത്തില് എനിക്ക് യാതൊരു സംശയമില്ല. നോക്കാം. ആയതിനാൽ മാളുവിന്റെ തിരോധാനത്തെക്കുറിച്ച് നമ്മൾ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതികൾ വെറും കടലാസിന്റെ വില പോലും നൽകാതെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്തെ സ്ത്രീകളുടെ ബലഹീനതയാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. അതിനെതിരെ നമ്മൾ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്ത്രീ വിമോചന സംഘടനയെ പുച്ഛത്തിൽ കാണുന്ന പുരുഷവർഗത്തെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കേണ്ട കാലം അതിവിദൂരമല്ല. നന്ദി, നമസ്കാരം. നിരോധനത്തെ
കേട്ടില്ലേ? പിന്നെ ഇന്നലത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ CM വളരെ ചൂടായിട്ട് എന്നോട് സംസാരിച്ചത്. ഞാൻ രാജിവെക്കണമെന്ന് വരെ ക്യാബിനറ്റിൽ അഭിപ്രായമുണ്ട്. മന്ത്രിയാകാൻ വേണ്ടി ഓരോ അവന്മാർ ഉടുപ്പും തുന്നി കാത്തിരിക്കുകയാണല്ലോ. പിന്നെ തന്നെ മാറ്റി ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ വരെ അഭിപ്രായമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമായി കരുതാവുന്നവരല്ല ഈ TV റിപ്പോർട്ടേഴ്സ്. പല വലിയ നേതാക്കന്മാരുടെയും ഭാവി ഇവറ്റകൾ അപകടത്തിലാക്കിയിട്ടുണ്ട്. ഇവരെ ഇണക്കിപ്പിടിക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല, വെറുപ്പിക്കാനും പറ്റില്ല. അറിയാമല്ലോ, ആ പ്രസാദില്ലേ, അവൻ കാരണം ഒരു കേന്ദ്രമന്ത്രി വരെ രാജിവെച്ചിട്ടുണ്ട്. അതും ഒരു പെണ്ണ് കേസിന്റെ പേരില്. മിനിസ്റ്റർ പറയുന്നത് ശരിയാണ്. നമ്മൾ അവനെ വളരെ സൂക്ഷിച്ചിനി കൈകാര്യം ചെയ്യണം. അതൊന്നും കൊണ്ട് താൻ പേടിക്കേണ്ടതേ. നാളെ തന്നെ തനിക്ക് CM കാണാനുള്ള എല്ലാ സൗകര്യം ഞാൻ ഏർപ്പാട് ചെയ്യാം. അത് മതി. കഴിഞ്ഞ ബന്ധുദിവസം കാണാതായ ആ പെൺകുട്ടിയെ കണ്ടെത്താത്തതില് ജനങ്ങളാകെ പ്രക്ഷുബ്ധരാണ്. അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? പോലീസ് കഴിയുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. ലോക്കൽ പോലീസിന്റെ അന്വേഷണം ഒരു പ്രഹസനമാണെന്നാണല്ലോ ജനങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾ പറയും. സാർ, എന്തുകൊണ്ടാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാത്തത്? അതൊക്കെ ഗവൺമെന്റ് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്തോളും. സാർ, വൺ മോർ ക്വസ്റ്റ്യൻ. സോറി, ഇന്ന് ഇതൊക്കെ മതി. മാളവിന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുക. പോലീസിന്റെ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കുക. സംയുക്ത സമരസമിതി സിന്ദാബാദ്. പോലീസിന്റെ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കുക. സംയുക്ത സമരസമിതി സിന്ദാബാദ്. മാളവിന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുക. മോനെ, മോന്റെ ഒരാഗ്രഹത്തിനും അമ്മ എതിരെ നിൽക്കില്ല. നിനക്കിഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ വിവാഹം നിശ്ചയിച്ചു. നിശ്ചയിച്ച സമയത്ത് തന്നെ അത് നടക്കണ്ടേ? നടക്കണം. അമ്മ പറഞ്ഞു വരുന്നത് എല്ലാം നിനക്കറിയാവുന്നതല്ലേ. മാളു എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ലല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നുമല്ലല്ലോ മോനെ നടക്കുന്നത്. അമ്മ ഒരു കാര്യം പറഞ്ഞ മോൻ ദേഷ്യപ്പെടുവോ? ആ രാധാമണിയുടെ മോള് നല്ല കുട്ടിയാ, നല്ല ചേർച്ചയാ നിനക്ക്. അതൊന്ന് നമുക്ക് ആലോചിച്ചാലോ? മാളൂനെ മറക്കാൻ അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞൂലേ? മറന്നിട്ടല്ല മോനെ, അവളെ എവിടെയൊക്കെ നമ്മൾ തിരക്കി. വല്ല വിവരമുണ്ടോ? ഇന്ന ദിവസം അവള് വരുമെന്ന് നിനക്ക് വല്ല ഉറപ്പുണ്ടോ? ഉണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. ഏത് നിമിഷവും വൈശിന്ന് വിളിച്ചോണ്ട് അവൾ കേറി വരും. എനിക്കിനി ആ പ്രതീക്ഷയില്ല. നിന്റെ വിവാഹത്തിന്റെ അന്ന് ക്ഷണിക്കപ്പെട്ടവര് കയറി വരുമ്പോ ഞാനെന്ത് പറയും? അമ്മ, അത് മോനെ, സ്നേഹിച്ച് വിവാഹം കഴിച്ച് പെണ്ണ് മരിച്ചു പോയിട്ട് വേറെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നവരില്ലേ? ഉണ്ടായിരിക്കാം. അമ്മ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. ആരും കാണാതെ എങ്ങോട്ടു പോയി നീ, എങ്ങാണു നീ എന്നോമലെ ആരും കാണാതെ എങ്ങോട്ടു പോയി നീ, നീയില്ലാതെ നിൻ സ്നേഹമില്ലാതെ കടലും കിനാവുമുണ്ടോ, എങ്ങാണു നീ എന്നോമലെ ആരും കാണാതെ എങ്ങോട്ടു പോയി നീ.
ദീപമില്ലല്ലോ അരികിലെങ്ങും തീരമില്ലല്ലോ തിരിതെളിക്കാൻ ദീപമില്ലല്ലോ അരികിലെങ്ങും തീരമില്ലല്ലോ തുഴ പോയ തോണിയിൽ കാണാത്ത കരയിലേക്ക് അഭയം തേടുന്നു ഞാൻ വേദന വേദന തീരാത്ത വേദന തേങ്ങുന്നു മനസ്സിനുള്ളിൽ എങ്ങാണു നീ എന്നോമലേ കരുതി വയ്ക്കാനൊന്നുമില്ലല്ലോ കൂടൊരുക്കാൻ തൂവലില്ലല്ലോ കരുതി വയ്ക്കാനൊന്നുമില്ലല്ലോ കൂടൊരുക്കാൻ തൂവലില്ലല്ലോ ഇനിയൊന്നു തമ്മിൽ കാണുമെന്നാശയിൽ ഇനി എനിക്കാരുമില്ലല്ലോ വിതയ്ക്കാതെ കൊയ്യാതെ ആകാശക്കാവിൽ പറക്കുന്ന രാക്കിളി ഞാൻ എങ്ങാണു നീ എന്നോമലേ ആരും കാണാതെ എങ്ങോട്ടു പോയി നീയില്ലാതെ നിൻ സ്നേഹമില്ലാതെ കടലും കിനാവുമുണ്ടോ എങ്ങാണു നീ എന്നോമലേ ആരും കാണാതെ എങ്ങോട്ടു പോയി നീ താനിത് എവിടെ പോയി കിടക്കുകയായിരുന്നോ? സോറി സർ, നാളെയല്ലേ നമ്മുടെ കേന്ദ്രമന്ത്രി ധവാനെ സുഖചികിത്സയ്ക്ക് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. എന്താ സർ? ഇതിനാണ് തലയ്ക്കകത്ത് എന്തെങ്കിലും വേണമെന്ന് പറയുന്നത്. എടോ, അയാള് നമ്മുടെ ശോശാമ്മയുടെ സ്വന്തം ആളല്ലേ. ഇവളൊന്ന് പറയേണ്ടതുപോലെ പറയുകയാണെങ്കിൽ അയാൾ അത് CM-നെ കൊടിജയിക്കും. അപ്പൊ കുറെ കാലത്തേക്ക് ഈ അന്വേഷണം കുന്തമൊക്കെ പുല്ലുപോലെ അങ്ങോട്ട് പോകും. എന്താ പറയില്ലേ? ഏ ഏ ഏ ആ ഏ ഏ ആ വണ്ടി നിർത്തണോ? ഞാനിപ്പോ പൊട്ടിച്ചാകുവോ? അയ്യോ രക്ഷിക്കണേ! സാറെ കണ്ണൂർക്ക് സാറേ. എടോ, ബോംബ് പൊട്ടിക്കഴിച്ച് കണ്ണ് തുറന്നാ മതി, അതുപോലെ താഴെ കമഴ്ന്ന് കെടുക്ക്. അയ്യോ എന്റെ സാറേ, ഇത് ബോംബും കീമ്പൊന്നും അല്ല. സാറ് കണ്ണൂർക്ക്. അയ്യോ എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ സാറേ, ഇത് നമ്മുടെ ബ്ലാക്ക് ഹാറ്റ്സ് ആണ്. ആണോ? പിന്നെ എങ്കിലത് ആദ്യം പറയണ്ടോ. എവിടെയാണോ ബോംബ്? ബോംബാ? സാർ ഉറക്കത്തിൽ സ്വപ്നം കണ്ടായിരിക്കും. പിന്നെ ഞാൻ ക്രീന്ന് കേട്ടതോ? എന്റെ സാറിന് 5 മണിക്ക് ഉണർത്തണോന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ ടൈം പീസ് വെച്ച് ഉണർത്തിയതാണ്. ഓ, അതാണ് സംഗതി. പിന്നെ വെരി ഗുഡ്. ആ, എല്ലാരും വണ്ടി കയറും, വണ്ടി കയറും. കണ്ണു തള്ളി നോക്കി സമയം പോയതാ. 5 മണിക്ക് ഉണർത്താൻ പറഞ്ഞിട്ട് ഇപ്പൊ 3 ആയുള്ളൂ. അതെ, ഈ ടൈം പീസ് അടിക്കുവാന്ന് അറിയാൻ വേണ്ടി ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കി.
ബഹുത് വണ്ടർഫുൾ അച്ഛാ സ്ഥലം ഹേ. എടോ, നമ്മൾ മുമ്പ് കണ്ടതിലും വളരെ മനോഹരമാക്കിയിരിക്കുന്നു ശോശാമ്മ ഈ സ്ഥലം. വളരെ വളരെ മനോഹരങ്ങളായിരിക്കുന്നു ഓരോന്നും. ഈ റിവേഴ്സ് മുഴുവൻ പാട്ടേഴ്സ് ആണല്ലോ. ഹായ് ദേ ശോശ. ഹായ് 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 ശോശ. എന്നെ കൂടെ ഒന്ന് താങ്ങുക. ഒരു ശർക്കര പുറത്ത് ഈച്ച പൊതിയുന്നത് പോലെ അദ്ദേഹത്തെ ഇങ്ങനെ പൊതിയരുത്. അങ്ങ് ദൂരെ ഡൽഹിയുടെ ചൂടിൽ നിന്ന് അദ്ദേഹം ഇവിടെ ഓടി എത്തിയിരിക്കുന്നത് അല്പം കുളിർമയ്ക്ക് വേണ്ടിയിട്ടാ. ഒന്നും പറയരുത്. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. അദ്ദേഹത്തെ ശ്വാസം വിടാൻ അനുവദിക്കൂ പ്ലീസ്. ഒന്ന് മാറി നിൽക്കൂ. അദ്ദേഹത്തിന് വിലയേറിയ സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതെനിക്കറിയാം. അത് ഞാൻ നിങ്ങളെ വഴിയെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം ശോശാമ്മ, മേരി സിന്ദഗി അപ്നാ സിന്ദഗി. കൈസ ഹേ ആപ്? സുഖം തന്നെയല്ലേ? എനിക്ക് സുഖം തന്നെ. അങ്ങേക്കോ? എനിക്ക് പരമസുഖം. ശോശാമ്മയ്ക്കോ? ഇങ്ങനെ സുഖമാണോ സുഖമാണോ ചോദിച്ചോണ്ടിരുന്ന പോയ വഹന്താൻ ഇടിച്ചു പൊളിച്ച് ഇങ്ങോട്ട് കയറി വരും. ഓ, അത് ശരിയാ. അല്ല, ഞാൻ വരുന്ന വിവരം എങ്ങനെയാ ലീക്കായത്? എന്റെ ബലമായ സംശയം ഇത് ലീക്കായതല്ല. ഇവർ പത്രത്തിൽ വായിച്ചറിഞ്ഞതായിരിക്കും. പത്രത്തിൽ എങ്ങനെ വന്നെന്ന്? അച്ചടിച്ച പിന്നെ പത്രത്തിൽ ആരാ അച്ചടിച്ചെന്ന്? പത്രക്കാര്. അവർക്ക് ആരാ ഈ ന്യൂസ് കൊടുത്തത്? ഏത് ന്യൂസ്? ഞാൻ ഇവിടെ വരുന്നു എന്നുള്ളത് പറഞ്ഞോളാം. അതാരാണാവോ? ഇപ്പൊ ചോദ്യം ഇങ്ങോട്ടായോ? പിന്നെ സാറല്ല എന്നോട് ചോദിച്ചത്. എന്ത്? സാർ കേരളത്തിൽ വരുന്നവരും പത്രത്തിൽ കൊടുത്ത ആരാണെന്ന്. അതെ. അപ്പൊ പിന്നെ എന്നോട് തിരിച്ചു ചോദിച്ചാലോ? താനല്ലേ ഇങ്ങോട്ട് ചോദിച്ചത്? അതെ. പിന്നെ ഓ, എന്റെ തല പെരുക്കുന്നു ശോശാമേ. ഞാൻ പറഞ്ഞതല്ലേ വരുന്ന വഴി കണ്ണിക്കട കോളയൊന്നും വാങ്ങി കുടിക്കരുതെന്ന്. ഓ, പെരുപ്പ് മാറ്റാനുള്ളതെല്ലാം ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും? പിന്നല്ലാതെ. നടന്നോളൂ. താൻ ഞാൻ വിളിക്കുമ്പോ മാത്രം വന്നാ മതി. വേണ്ട സാർ, ഞാൻ സാറ് വിളിക്കുമ്പോ വന്നോളാം. എന്താ ചിരി. നമ്മൾ ഇന്നും പുറത്ത്. നോക്ക്, അവിടെ പോയി നിൽക്കണോ ഭണ്ഡാരം? ഹലോ, വാ. നിങ്ങളല്ല. ഒന്ന് നിൽക്കൂ പ്ലീസ്. നിൽക്കൂ കുട്ടികളെ, നിൽക്കൂ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? മന്ത്രിയുടെ കൂടെ വന്നാളല്ലേ? അങ്ങനെ വെറും കൂടെ വന്ന ആൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ എന്തിനും ഏതിനും എപ്പോഴും വേണ്ടപ്പെട്ടവരാ. മാത്രമല്ല, ഒന്നിച്ചൊന്നിൽ പഠിച്ചവർ, ഒന്നിച്ച് രാഷ്ട്രീയത്തിൽ വന്നവർ, ഒന്നിച്ച് ഡൽഹിയിലെത്തിയവർ. സംശയ ഓ, ഹിന്ദി അറിയില്ല അല്ലേ? പറഞ്ഞോളൂ. വേണ്ട കുട്ടി, ഇപ്പൊ പറഞ്ഞ എനിക്ക് വേണ്ട. ചോദിച്ചത് അതല്ല, താങ്കളുടെ. അതും എനിക്ക് വേണ്ട. ഞാനൊരു കാര്യം പറയാം. നമുക്ക് മാതൃഭാഷയായ മലയാളത്തിൽ സംസാരിക്കാം. ഓക്കെ സാറേ? മന്ത്രി വിളിക്കുന്നു. വരുന്നു പറ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, എന്തിനും ഏതിനും ഞാനില്ലാതെ പറ്റില്ല. കേന്ദ്രമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കൊച്ചുകുട്ടികളെ പോലെയാ. നിങ്ങൾ വരൂ, ഞാൻ നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തരാം. ആര്? ശോശയോ? കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. എന്താ ശോശാമ്മക്ക് തൃപ്തിയായില്ലേ? ഓ, യുവമാർക്ക് സംശയമായിരുന്നു എനിക്കിത് സാർ വഴി നടത്തി കൊടുക്കാൻ കഴിയുമോന്ന്. പറഞ്ഞത് മുഴുവൻ ഇതിനകത്തുണ്ടല്ലോ. ശോശാമ്മക്ക് എന്താ വേണ്ടെന്ന് വെച്ചെടുത്തോളൂ. അതെല്ലാം ഞാൻ വാങ്ങിച്ചോളാം സാറേ. താനിത് എവിടെ പോയി കിടക്കുകയായിരുന്നു? അത് പിന്നെ ഞാൻ ഇവർക്ക് സാറിനെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞ് നേരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതാ. വന്നോ? ഞാൻ നിങ്ങളെ വിളിപ്പിക്കാൻ വരികയായിരുന്നു. അത് പോട്ടെ. അത് പിന്നെ സാറേ, ഇവരെ അവരെ ഞാൻ പരിചയപ്പെട്ടോളാം. അല്ലെങ്കിൽ അവരെ പരിചയപ്പെടുത്താൻ ഇവിടെ ശോശാമ്മയുണ്ടല്ലോ. എടോ, എനിക്ക് കഴിക്കാനുള്ള മരുന്ന് താഴ്ത്തു തന്നോ? എന്റെ കാലൊടുക്കി ഓർത്ത് കുഴമ്പിട്ട് തറയോ? മര്യാദക്ക് കുഴമ്പെടുത്ത് തറവടോ. അല്ല മാഡം, ഇവിടെ തടവാൻ ആരുമില്ലേ? ഈ കുട്ടികൾ ചെയ്യും സാർ. അയ്യോ, ഈ സുന്ദരികളുടെ കയ്യിൽ കുഴമ്പ് വെള്ളം ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ ഇയാൾ ചെയ്തോളും. അല്ലാതെ ഇയാൾക്ക് വേറെന്താ ഇവിടെ പണി? പറഞ്ഞിട്ടില്ലേ, കുഴമ്പെടുത്ത് തറവടോ. എങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ സാർ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാ മതി. ഓ, അങ്ങനെ ആകട്ടെ. കുട്ടികളും പോയിക്കോളൂ. കാരണം കഴുതേ തിരുമടോ. ശരിയാക്കി തരാം ഞാൻ. ഒരുപാട് പോക്കത്തരം പറഞ്ഞേക്കാം.
2-3 തൊലിവെളുത്ത പെമ്പിള്ളേരെ കണ്ടപ്പോ നിങ്ങൾ എന്നെ മറന്നു പോയല്ലേ? നീ എന്താ കേശവ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്നെ മറക്കൂടാ. പിന്നെ ഞാൻ ഈ കണ്ടതും കേട്ടതോ? എടാ അത് അവരുടെ മുമ്പിൽ എനിക്കൊരു വെയിറ്റിന് വേണ്ടിട്ടല്ലേ. ഞാൻ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വളച്ചൊതുക്കി കൊണ്ടുവന്നതാ, അത് മൊത്തം കുളമാക്കി. നിന്റെ എച്ചിത്തരം നിർത്ത്. നിനക്ക് ഞാൻ ആരാണെന്നറിയോ? അത് പണ്ട്. ഇപ്പൊ ഞാൻ കേന്ദ്രമന്ത്രി MK ധവാനാണ്. അത് നീ മറന്നു പോകുന്നു. എടാ പൊട്ട, ഒരു വാഴപ്പഴത്തോട്ടം അങ്ങനെ തന്നെ തന്നിരിക്കല്ലേ ശോശാമ്മ? പിന്നെ ആ വാഴത്തോട്ടത്തിൽ നിന്ന് ഒരു പഴം കട്ട് തിന്നേണ്ട വല്ല കാര്യമുണ്ടോ കേശവ? ഈ വർത്താനം അല്ലാതെ സ്വന്തം ആവശ്യത്തിന് പഴം കട്ട് തിന്നാന്നല്ലാതെ ഞാൻ മറ്റെന്താ ചെയ്യാ? ഞാനും ഒരു മനുഷ്യനാണെന്നുള്ള കാര്യം മിസ്റ്റർ ധവാൻ മറന്നു പോകുന്നു. മാളവിന്റെ തിരോധാനത്തെ കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുക. പോലീസിന്റെ നിഷ്ക്രിയത അവസാനിപ്പിക്കുക. സമരസമിതി സിന്ദാബാദ്. സമരസമിതി സിന്ദാബാദ്. പോലീസിന്റെ നിഷ്ക്രിയത അവസാനിപ്പിക്കുക. സമരസമിതി സിന്ദാബാദ്. ഇവളിത് ആരുടെ കൂടെ പോയിരിക്കുക? വന്നല്ലോ. ശോശാമ്മ ഇരിക്കെ. പിന്നെ നീ ഇങ്ങനെ ധവാനുമായിട്ട് കളിച്ചു കിരിച്ച് നടന്നാ പോരാ, കാര്യം ഭയങ്കര സീരിയസാ. അതെനിക്ക് മനസ്സിലായെന്നേ. അങ്ങനെ മനസ്സിലാക്കിയാൽ പോരാ ശോശാമ്മേ. മാളുവിനെ കാണാതായതിനെ കുറിച്ച് ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ മുഖ്യമന്ത്രിക്ക് തീരെ തൃപ്തിയില്ല എന്ന് നിങ്ങളുടെ അദ്ദേഹം പറഞ്ഞു. ഇന്ന് രാവിലെ SP എന്നെ വിളിച്ച് പറയായിരുന്നു. ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിടാൻ അടുത്ത ക്യാബിനറ്റ് മീറ്റിംഗിൽ അങ്ങേര് തീരുമാനമെടുക്കും. പിന്നെ ഈ സമരം പ്രതിപക്ഷം ഏറ്റെടുക്കാൻ നീക്കമുണ്ടെന്നും കേട്ടു. അങ്ങനെയാണെങ്കിൽ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടേ പറ്റൂ. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയെന്ന് ഞാൻ അറിഞ്ഞില്ല. ശോശാമ്മ വിചാരിച്ചാലേ നമുക്ക് ഈ കുരുക്കി നൂരാൻ കഴിയൂ. ധവാന്റെ ഏറ്റവും അടുത്ത ആളാ CM, അല്ലാതെ അറിയാമല്ലോ, മറിച്ച് അങ്ങോട്ടും. ശോശാമ്മ ധവാനിയൊന്ന് സ്വാധീനിച്ചാൽ ഉടനെയൊന്നും CM ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിടില്ല. പേടിക്കണ്ട, നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ. ഓ, അവളെ കൊന്നു കളയാമായിരുന്നു. അത് ശരിയാ, തെളിവുകൾ നശിപ്പിച്ചാ മതിയല്ലോ. ഈ അവസ്ഥയിൽ അത് മറ്റു വല്ല കുഴപ്പത്തിൽ കൊണ്ടുവന്ന് ചാടിച്ചാലോ? ഓ, അങ്ങനെയൊക്കെ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശരി, നമുക്ക് ആലോചിക്കാം. ഈ പ്രകൃതിരമണീയമായ സ്ഥലത്ത് കായലും കരയും തൊട്ടിരമ്മിക്കെടുക്കുന്ന മനോഹര തീരത്ത് ശോശാമ്മയുടെ സുഖപരിലാലങ്ങളേറ്റ് കഴിയുന്ന ഈ ദിവസങ്ങൾ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതിനെന്താ, സാറിന് ഇനി എപ്പോ വേണമെങ്കിലും പോരാമല്ലോ. അങ്ങനെ ചടപടാന്ന് പോരാൻ എന്നെ പോലൊരു കേന്ദ്രമന്ത്രിക്ക് പറ്റുമോ ശോശാമ്മേ? രാഷ്ട്രത്തിന് വേണ്ടി ജന്മം ദാനം ചെയ്തു പോയില്ലേ? സാറ് വിഷമിക്കാതിരി. ഇപ്രാവശ്യം സാറ് പോകുമ്പോ ഞാനൊരു സ്പെഷ്യൽ സമ്മാനം തന്നു വിടുന്നുണ്ട്. എന്താണെന്ന് പറയാമോ? ജിലേബി. ഓ, ഒന്ന് പോ സാറേ. ലഡു. ഇതൊന്നും അവിടെ ഡൽഹി കിട്ടില്ലേ? കിട്ടും, അതിനപ്പുറവും. പക്ഷേ ശോശാമ്മയുടെ കൈ കൊണ്ട് തരുന്ന മധുരം എന്ന് പറയുമ്പോ. അതെ, അങ്ങനെ അതിമധുരമുള്ള ഒരു സമ്മാനം. ഓഹോ, ഒരു ക്ലൂ തരുമോ? ക്ലൂ തരാതെ തന്നെ പറയാം. ഒരു കൊച്ചു സുന്ദരിക്കുട്ടി. പെണ്ണോ? ഇവിടെ കണ്ടതിൽ വെച്ച് ഏതാണാവോ എനിക്ക് വേണ്ടി ശോശാമ്മ സെലക്ട് ചെയ്തിരിക്കുന്നത്? കണ്ടതും കേട്ടതും ഒന്നുമല്ല. അല്ലെങ്കിൽ തന്നെ കാണാൻ പോകുന്ന പൂരത്തെ കുറിച്ച് ഞാൻ എന്തിനാ പറയുന്നേ? വേണ്ട, അതിന്റെ ഒരു ആവശ്യമില്ല. വരൂ, നമുക്ക് ആ സുന്ദരിക്കുട്ടിയുടെ അടുത്തേക്ക് പോവാം. നമുക്ക് പോയി കാണാം. അതെ, ശോശാമ്മക്ക് സന്തോഷമില്ലേ? പറയൂ ശോശാമ്മേ, എന്താ ശോശാമ്മയുടെ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം സാറേ? സാറിന്റെ ഈ സന്തോഷത്തിന് പകരം എന്റെ ശോശാമ്മയെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശോശാമ്മയുടെ സകല അൽഗുൽത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. പിന്നെ ഡൽഹി ചെന്നിട്ട് ശോശാമ്മക്ക് പാർലമെന്റിലേക്ക് പറക്കാനുള്ളതും. എന്താ പോരെ?
മോളെ, മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യം നിനക്ക് കിട്ടിയിരിക്കുന്നത്. നീ ഇന്ന് വലിയൊരാളെ കാണാൻ പോകുന്നത്, ഒരു കേന്ദ്രമന്ത്രിയെ. ഇല്ല, എന്നെ ജീവനോടെ നിനക്ക് ഒരുത്തിന്റെ അടുത്തും കൊണ്ടുപോകാൻ പറ്റില്ല. നീ പോകും, അല്ലെങ്കിൽ ഞാൻ നിന്നെ അയക്കും. എന്നെ കൊല്ല്, ഇതിനേക്കാൾ നല്ലത് അതാണ്. ഓടി. നീ തന്നെ തീരുമാനിക്കേ ആര് പോണോന്ന്. ക്രിസ്റ്റി. യെസ് മാഡം. മോളെ, നീ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ കൊണ്ടുവന്നു. 2 കണ്ണുള്ള നിന്നെ ഞാൻ കൊണ്ടുവന്നില്ലേ, പിന്നെയല്ലേ ഈ പൊട്ടക്കണ്ണി. ഇങ്ങോട്ട് മാറി നിൽക്കൂ. ക്രിസ്റ്റി, ക്രിസ്റ്റി, ഒന്നും ചെയ്യല്ലേ. ഞാൻ പറഞ്ഞിട്ടേക്ക് നീ പോകുന്നോ അതോ ഇവിടെ അയക്കട്ടോ? വേണ്ട, ഞാൻ പോവാം. ഏയ്, അങ്ങനെ വിഷമിച്ചൊന്നും നീ പോണ്ട, ഞാൻ അവളെ തന്നെ അയച്ചോളാം. വേണ്ട, ഞാൻ പോവാം. നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കാം. അവളെ എങ്കിൽ ഒരു പോറല് പോലും ഏക്കാതെ അവള് വീട്ടിലെത്തി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശോശാമ്മ പറഞ്ഞതാ. പിന്നെ എനിക്കിനിയും വേണമല്ലോ. എനിക്ക് അവളെ ഒന്നുകൂടി കാണണം. ക്രിസ്റ്റി, ക്രിസ്റ്റി, മതി മതി, പെട്ടെന്ന് റെഡിയാവും. ഒരു കാര്യം ഈ എഴുത്ത് പൈസയെടുത്ത് കൊടുക്കണം. മതി മതി. നില്ലേ, നീ ഇവിടെ വന്നതോ നിന്റെ ചേച്ചിയോട് സംസാരിച്ചതോ ആരോടെങ്കിലും പറഞ്ഞ നിന്റെ ചേച്ചി പിന്നെ ജീവനോടുണ്ടാവില്ല. ഇല്ല, ഞാനിത് ആരോടും പറയില്ല. എന്താ സാർ, എന്ത് പറ്റി? ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? എന്ത് ഈ സുന്ദരിക്കുട്ടി എന്നെ നേരത്തെ കാണിച്ചില്ല? അതാണോ കാര്യം? അതെ ശോശാമേ, ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അവൾ എന്റെ ചങ്കിന്റെ പടിപ്പുരയും കടന്ന് അകത്തേക്ക് കയറിപ്പോയി. അത്രക്ക് ഇഷ്ടമായോ? പിന്നല്ലാതെ. എങ്കി ഇവിടുന്ന് പോകുമ്പോ ഈ സുന്ദരിക്കുട്ടിയെയും പാക്ക് ചെയ്ത് തന്നുവിടാം. ശോശാമ സത്യമാണ് ഈ പറയുന്നത്. സത്യം. സാറ് പോകുന്ന അതേ ഫ്ലൈറ്റിൽ സാറിനോടൊപ്പം ഇവളും ഉണ്ടാവും. മതി. പിന്നെ ഒരു കുഞ്ഞു പോലും അറിയാതെ രഹസ്യമായിട്ട് അതെല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്യിപ്പിച്ചോളാം. പാലം കിടക്കോളം നാരായണ നാരായണ. പാലം കിടന്നു കഴിഞ്ഞാൽ തന്റെ ഈ പരാതി പറഞ്ഞാൽ ആദ്യം നിർത്ത്. ഇത് പരാതിയല്ല, എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് പറയുകയാണ്. ഇന്നലെ വന്ന പെമ്പിള്ളേരുടെ കയ്യിൽ ഇത്തിരി കുഴമ്പായപ്പോ തരികയാണെന്നുണ്ട്. തന്റെ കൂടെ ആജീവനാന്തം നടക്കണ എന്റെ കയ്യില് കുഴമ്പായപ്പോ എന്താ വേണ്ടേ? എനിക്ക് ഓക്കെ, എല്ലാം നാളെ നമുക്ക് ശരിയാക്കാം. അപ്പൊ നാളെ നമുക്ക് ഡൽഹിക്ക് പോകണ്ടേ? താൻ അവിടെ അടങ്ങി നിൽക്ക്. അവിടെ ചെന്നിട്ട് മല മറിക്കാനൊന്നുമില്ലല്ലോ. ആഹാ, ഇപ്പൊ എന്താ ഇങ്ങനൊരു മനം മാറ്റം? 2 ദിവസം ഒന്നും പറഞ്ഞു പോകുന്നതല്ലേ, ഇപ്പൊ ദിവസം 4ആയി. ഞാൻ പറയുമ്പോ അസൂയാണെന്ന് തോന്നും. കണ്ണി കാണുന്നിടത്തുനിന്നല്ല നീട്ടുന്നത് വാങ്ങിക്കഴിച്ചാൽ അജീർണം പിടിക്കും. അജീർണം, അത് മനസ്സിലാക്കുക. എല്ലാം ഞാൻ മനസ്സിലാക്കും. പക്ഷെ ഇതുവരെ ഒരു കുഴപ്പമില്ലാത്ത നിലക്ക് 1-2 ദിവസം കൂടി. സ്കൂൾ ടീച്ചർ മാളവികയുടെ തിരോധാനം വിവാദമാകുന്നു. മാളവികയുടെ തിരോധാനത്തെ കുറിച്ച് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ മലയാളി കായിക താരം ബീന ശോശാമ അവിടെ നിൽക്കൂ, ഞാനും കൂടെ വരാം. ശോശാമേ,
ഏതായി മാളവിക? കളി എന്നോട് വേണ്ട. ടി വിയിൽ കണ്ട മാളവിക എന്ന പെൺകുട്ടിയും ശോശാമിക്ക് സമ്മാനമായി തന്ന പെൺകുട്ടിയും ഒന്നല്ലടി. സർ, അത് പിന്നെ ഇവിടെ ഈ പെൺകുട്ടിയെ കാണാനില്ലെന്നും പറഞ്ഞ് ഭയങ്കര അന്വേഷണവും പ്രശ്നങ്ങളും നടക്കുക. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണവും നിർത്തിവെച്ച് ഇവിടെ ഇവിടെ നിന്നൊന്നും മാറ്റി നിർത്തിയില്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. അപ്പൊ പിന്നെ ഞാൻ പെട്ടോട്ടെ എന്ന്. സാർ, പോയി അപ്പൊ പോയാലോ? പിന്നെ എപ്പ പോയിന്ന് ചോദിച്ചാ മതി. പിന്നെ ശോശാമേ, വീണ്ടും സന്ധിക്കുമെങ്കിൽ അപ്പ വരെ വണക്കം. രണ്ടുപേരും കേൾക്കാൻ വേണ്ടി പറയാ. നിങ്ങൾ ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ മാളുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അവളെ ഇങ്ങനെ അവിടെ എവിടെ ഒളിപ്പിച്ചോണ്ട് നടക്കാൻ എനിക്ക് വയ്യ. ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ തലയിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം. ശോശാമ്മേ, എടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവളെ അങ്ങ് തട്ടിയാലോ? തട്ടിക്കളയാലോ? എന്താ തനിക്ക് പേടിയുണ്ട്? പേടിയോ? എനിക്കോ? ഹോം മിനിസ്റ്ററുടെ കസേരയിൽ അങ്ങും എന്റെ ശരീരത്തിൽ ഈ യൂണിഫോമും ഉണ്ടെങ്കിൽ അവളെ തട്ടിക്കളഞ്ഞിട്ട് ഒരു പ്രതിയെ ഉണ്ടാക്കാനാണോ പാട്? എന്താ? ഇരിക്കൂ. ആ തമ്പി അങ്ങ് കൊണ്ടുപോടും. ഇത് ടീച്ചറുടെ മകൾ മാളുവിന്റെ ബാഗ് തന്നെയല്ലേ? അറിയോ? ഇതൊക്കെയോ? നല്ലതുപോലെ നോക്കണം. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഇവന്റെ കയ്യിൽ നിന്നാണ് ഈ തൊണ്ടി സാധനങ്ങളൊക്കെ കണ്ടെടുത്തത്. മുണ്ട് കാത്തിടാൻ. തമ്പി, ടീച്ചറിനും കൂടി ബോധ്യപ്പെടാൻ ചോദിക്കുക. പറടാ, ഈ ബാഗും ആഭരണങ്ങളും നിനക്ക് എങ്ങനെ, എവിടുന്ന്, എപ്പോ കിട്ടി? അതെ, ഷാപ്പിൽ നിന്ന് ഞാൻ കുടിച്ചിട്ടിറങ്ങി വരുമ്പോ കായലിലൊരു പെണ്ണ് കിടക്കുന്നത് കണ്ടു. രക്ഷിക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോ അതൊരു ശവമായിരുന്നു. ശവത്തിന് എന്തിനാ സാറേ ആഭരണങ്ങള്? അതാ ഇത്. പിന്നെ ഞാനിതെല്ലാം ഊരിയെടുത്ത് വരുന്ന വഴിക്കാണ് കഷ്ടകാലത്തിന് വഴിക്ക് വെച്ച് സാറെന്നെ പൊക്കിയത്. അതുകൊണ്ട് സാർ മതി മതി നിർത്ത്. ടീച്ചറെ, മാളുവിനെ ആര് കൊന്നു, എന്തിനു കൊന്നു എന്നീ കാര്യങ്ങൾ പലതും അന്വേഷിച്ചറിയാനുണ്ട്. അതുകൊണ്ട് പത്രക്കാരും ടി വിക്കാരും രാഷ്ട്രീയക്കാരും പ്രക്ഷോഭക്കാരും എന്തു പറഞ്ഞാലും നിങ്ങൾ അവരുടെ ഉപദേശം കേൾക്കരുത്. മനസ്സിലായോ?
കരയിലെ മാഷെ. കരയിലെന്നൊക്കെ എല്ലാവർക്കും പറയാം. അവനവന്റെ ശരീരത്തിൽ തട്ടുപിടിയെ നോവുള്ളൂ. ഓ, കാക്കിക്കുള്ളിലെ മനുഷ്യത്വം പെട്ടെന്ന് ഉണർന്നു. മാസ്റ്ററെ, മാസ്റ്റർക്ക് സംശയമൊന്നുമില്ലല്ലോ? മോളുടെ ശവശരീരം തന്നെയല്ലേ ഇത്? ഒരു സംശയമില്ല, എന്റെ മോളുടെ ശരീരം തന്നെയാണ്. ഏത് ദുഷ്ടമായത് ചെയ്തത്? ഒരു കുഞ്ഞിന്റെ മുഖം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. മാഷെ, എന്ത് ചെയ്യാനാ മാസ്റ്ററെ? എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കാൻ. എന്തായാലും അങ്ങോട്ട് മാറിക്കേ. പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തരുത്. നിങ്ങൾക്ക് വേണ്ട ന്യൂസ് ഞാൻ തരാം. ഞങ്ങൾക്ക് മാഷുമായൊന്ന് സംസാരിക്കണം. നിങ്ങൾ കുറച്ചുകൂടി ദയവ് കാണിക്കണം. മകൾ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് ഈ അച്ഛൻ. ഇവരുടെ ദുഃഖം എഴുതി പെരുപ്പിച്ചും ടി വി കാണിച്ചും നിങ്ങൾ ഇവരെ കൊല്ലരുത്. കുറച്ചുകൂടി കഴിയട്ടെ, അവരുടെ മനസ്സൊന്ന് നേരെ ആവട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് ഇവരെ കാണേണ്ട പോലെ കാണാമല്ലോ. തൽക്കാലം ഞങ്ങൾ ഇവരെ സമാധാനിപ്പിച്ച് വീട്ടിലേക്കൊന്ന് അയക്കട്ടെ. മാഷേ, മാഷ് വരും. നിങ്ങളെ സമാധാനിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല. എന്ത് ചെയ്യാം? ആ കുട്ടിയുടെ വിധിയായിരിക്കാം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി ഞാൻ വീട്ടിലെത്തിക്കാം. മാസ്റ്റർ വീട്ടിലേക്ക് വയ്ക്കും. ഒരു നിമിഷം കോൺസ്റ്റബിൾ, ഇതിലൊന്ന് ഒപ്പിട്ടേക്ക്. ആ മതി മതി, മാറി നിൽക്ക്. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്. കോൺസ്റ്റബിൾ, ബോഡി എടുത്ത് വണ്ടി കയറ്റ്. മതി മതി, വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. എനിക്ക് ഈ ബോഡി ഒന്ന് കാണാം. ബോഡി കാണേണ്ടതൊക്കെ കണ്ടു കഴിഞ്ഞു. നീ താൻ കാണണ്ട പ്ലീസ് സാർ. ഞാൻ ഈ ബോഡി ഒന്ന് കണ്ടോട്ടെ സാർ. പണി ഉണ്ടാക്കി വണ്ടി എടുക്കണോ സാർ? ഒരു നിമിഷം സാർ, അങ്ങോട്ട് മാറി കണ്ടോട്ടെ സാർ പ്ലീസ്. എന്റെ മാളു. ഗോമതി, ഗോമതി, കരയല്ലേ? എനിക്കിത് സഹിക്കാൻ വയ്യ. കരയല്ലേ ഗോമതി? വേണ്ട, ഞാനിത് ഇങ്ങനെ സഹിക്കും എന്റെ ചേച്ചി. എന്റെ മോള്, ഞാൻ അവളുടെ അമ്മയല്ലേ. ഗോമതി, എല്ലാം വിധിയാണ്. സഹിക്കല്ലാതെ വേറെ എന്ത് ചെയ്യാ? ചേച്ചി, 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 ചേച്ചി. ഇങ്ങ് വന്നേ. അതെ, കുട്ടിയുടെ ആരാ? അമ്മാവനാ. വെള്ളത്തിൽ കിടന്ന് അഴുകിയ ബോഡിയല്ലേ, വെച്ചോണ്ടിരിക്കാതെ വേഗം ദഹിപ്പിക്കാൻ നോക്കും. ശരി സാർ. മാഷെ, എടുക്കാറായി.
സിബി സക്കറിയ, ഡിവൈഎസ്പി ഓഫ് ക്രൈം ബ്രാഞ്ച്. ഈ ഡെഡ് ബോഡിയെ പറ്റി പല ദുരൂഹതകളുമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇത് ദഹിപ്പിക്കാൻ പാടില്ല. സർ, ഈ ബോഡി ഉടനെ മോർച്ചറിലേക്ക് മാറ്റാൻ വേണ്ടി ഏർപ്പാട് ചെയ്യണം. സർ. എടോ, സ്ഥലമാറ്റത്തിന്റെ കാര്യം മറന്നിട്ടല്ല, ശരിയാക്കി തരാം. ഇവിടെ കുഴപ്പം പിടിച്ച കേസിൽ ഇരിക്കുകയാണെന്ന് ഞങ്ങള്. ഒരു കാര്യം ചെയ്യ്, കുറെ കഴിഞ്ഞ് വിളിക്ക്. സിബി സക്രിയ വന്ന് ചാർജ് എടുത്തപ്പോഴേ ഞാൻ ആകെ തകർന്നുപോയി. ഞാനും. കൊച്ചിയിലെ കന്യാസ്ത്രീയുടെ കൊലപാതകം, പത്തനംതിട്ടയിലെ എസ്റ്റേറ്റ് ഓണറുടെ കൊലപാതകം, ഇതെല്ലാം ഇയാളല്ലേ തെളിയിച്ചത്. എടോടോടോ, അയാളെ മഹത്തായ കഴിവുകളെ പറ്റി വിളമ്പാനല്ല തന്നെ ഞാൻ വിളിപ്പിച്ചത്. ഇപ്പൊ ഈ കേസിൽ നിങ്ങൾ തലയൂരാൻ പറ്റും, അതേപ്പറ്റി ചിന്തിക്ക്. ഞാൻ എങ്ങനെ ഊരും അത് ശോശാമ്മയ്ക്കും അറിയാമല്ലോ. അയാളാണെങ്കിൽ ഏത് കേസും തെളിയിക്കും, ഇല്ലാത്ത വാലും തുമ്പ് ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങ് ആഭ്യന്തരമന്ത്രി ആയിട്ട് കൂടി ഈ കേസിന്റെ അന്വേഷണത്തിന് അയാളെ തന്നെ നിയമിച്ചല്ലോ. എടോ, ഞാൻ പറയാവുന്ന അത്രയും പറഞ്ഞു നോക്കി. പ്രതിപക്ഷത്തിന്റെ വായടയ്ക്കാൻ ഇതേ ഉള്ളൊരു വഴിയെന്നാ മുഖ്യമന്ത്രി പറഞ്ഞത്. ഒടുവിൽ എനിക്കത് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ പേടിക്കൊന്നും വേണ്ട. കേസ് നമുക്കെതിരെ തിരിയാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഫയലിൽ ചെയ്തു വെച്ചിട്ടാ ഞാൻ സിബിക്ക് ഫയൽ കൈമാറിയത്. സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടായ മാത്രം മതി. എന്റെ മാതാവേ, ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കോ? ഒടുവിൽ ഇതെല്ലാം കൂടെ എന്റെ തലേ വന്ന് വീഴുവോ? എന്റെ പൊന്നു ശോശാമേ, നീ വിഷമിക്കാതിരിക്കേ. പിന്നെ ഞങ്ങൾ അങ്ങനെ കൈവിടുവോ? അല്ലേടോ? അല്ല, നിങ്ങളുടെ കേസ് അന്വേഷണം തൃപ്തികരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോക്കൽ പോലീസിന് ചില പരിമിതികളൊക്കെ ഇല്ലേ? അതൊക്കെ നമ്മൾ സ്വയം വിശ്വസിക്കുന്നതല്ലേ. നമുക്ക് മേലെ കാക്കിയെ നിയന്ത്രിക്കുന്ന ശക്തികളുണ്ടല്ലോ. ഇനി പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഈ കേസിന്റെ അന്വേഷണത്തിൽ അങ്ങനെ എന്തെങ്കിലും? ഈ കേസിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞതല്ല. കേസ് അന്വേഷണം എപ്പോഴും സുതാര്യമായിരിക്കണം. ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കുറ്റവാളിയും ഉണ്ടായിരിക്കും. അയാളെ വെളിച്ചത്ത് കൊണ്ടുവന്ന് നിയമത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ജോലി. ജോലി എന്നതിനേക്കാൾ ഉപരി അതൊരു കടമയാണ്. മിസ്റ്റർ സിബി, നിങ്ങൾ എന്നെക്കാൾ ജൂനിയർ ആണെങ്കിലും സമർത്ഥന. ഈ കേസ് നിങ്ങൾ അന്വേഷിച്ചാലും എന്റെ ഫയലിലുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഒരു വിധിയെടുത്ത് ശരിയല്ല, പ്രത്യേകിച്ച് നിങ്ങളെ പോലെ പരിചയസമ്പന്നനായ ഒരു പോലീസ് ഓഫീസറുടെ ഭാഗത്ത് നിന്ന്. നിങ്ങളെ ഈ കേസ് അന്വേഷണത്തിന് നിയമിച്ചതേ പ്രതിപക്ഷത്തെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ആയിരിക്കാം. ഈ കേസിന്റെ അന്വേഷണത്തിൽ രാഷ്ട്രീയക്കാരെ നമ്മൾ പരിഗണിക്കേണ്ട. നാട്ടുകാർ തൃപ്തരാണോ? നാട്ടുകാർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേണം, ബഹളവും സമരവും. എല്ലാ സമരവും എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഈ കേസിന്റെ അന്വേഷണത്തിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ടെന്ന് നാട്ടുകാർ സംശയിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചപ്പോ എനിക്കും അങ്ങനെ തന്നെ തോന്നാറില്ല. ഒന്നുകിൽ ഒരു കേസ് അന്വേഷിക്കാൻ എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യത്തിന്റെ പേരിൽ ഞാൻ എന്തൊക്കെയോ മറയ്ക്കുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? രണ്ടും ഞാൻ പറഞ്ഞില്ല. സ്പീക്കിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഞാൻ പ്രസാദ്, ഗ്ലോബൽ നെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടറാണ്. ഹലോ. ഐ എം ലെന, ഫോട്ടോഗ്രാഫറാണ്. ഗോപി, 2 ചെയർ. ഇരിക്കും. താങ്ക് യു സർ. വിശേഷിച്ച് മാളവിക മരിച്ചിട്ടില്ലെന്ന് പറയുന്ന റിപ്പോർട്ടേഴ്സ് ഞങ്ങളാണ്. അത് സ്ഥിരീകരിക്കാത്ത ഒരേ ഒരു ചാനലും ഞങ്ങളുടേതാണ്. കാരണം മാളവികയെ കാണാതിനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്താ അത്? അത് ഈ കേസറ്റിലുണ്ട്. സാർ ഇതൊന്ന് കാണണം. ഇതൊരു തെളിവാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളിത് മിസ്റ്റർ തോമസ് ജോണിനെ ഏൽപ്പിച്ചില്ല? ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട്. സാറിന്റെ സത്യസന്ധതയിൽ ഞങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഇത് ഏൽപ്പിക്കുന്നത്. താങ്ക് യു. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട സാർ. എന്ന് ഞങ്ങൾ അറിയട്ടെ. ഓക്കെ, ഇനിയും നിങ്ങളുടെ എല്ലാ സഹായവും ആവശ്യമുണ്ട്. തീർച്ചയായും. താങ്ക് യു.
ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഒരിക്കൽ ഞാൻ ക്ഷണിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അതിനെന്താ, ക്ഷണിക്കാതെ തന്നെ വന്നല്ലോ. ഇരിക്കൂ. താങ്ക് യു. താങ്കളെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നിങ്ങളെ കുറിച്ച് ഞാനും. ഒരു കാര്യം അറിയാനാ വന്നത്. കാണാതായ പെൺകുട്ടിയില്ലേ, മാളവിക, അതിനെ കുറിച്ച് മാഡത്തിന് എന്തെങ്കിലും അറിയാം? അറിയാം. എന്തറിയാം? ആ കുട്ടിയെ കാണാതായെന്നറിയാം. ആ കുട്ടിയെ കാണാതായ ദിവസം നിങ്ങൾ അവൾക്കൊരു ലിഫ്റ്റ് കൊടുത്തില്ല? അതോ, ഞാൻ എത്രയോ പെൺകുട്ടികൾക്ക് ലിഫ്റ്റ് കൊടുത്തിരിക്കുന്നു. അതൊക്കെ ഓർത്തോണ്ടിരിക്കാൻ പറ്റുമോ? സി മിസ്റ്റർ സിബി, ഞാൻ ഇവിടുത്തെ വനിതാ സംഘടനയുടെ പ്രവർത്തകയാണ്. നിങ്ങൾ ലിഫ്റ്റ് കൊടുത്തതിന് ശേഷം ആ കുട്ടിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. വാട്ട് യു മീൻ? ഞാൻ ആരാണെന്നാ നിങ്ങൾ കരുതിയത്? ഇതൊക്കെ എന്തിനാ നിങ്ങൾ എന്നോട് ചോദിക്കുന്നേ? നിങ്ങൾ ആരും ആയിക്കോട്ടെ, പക്ഷെ ഈ കേസ് അന്വേഷിക്കുന്ന എനിക്ക് നിങ്ങളെ ചോദ്യം ചെയ്തേ പറ്റൂ. ഓഹോ, എന്നെയോ? ആ, ഞാനാ ശോശമ്മ. ഇവിടെ മര്യാദക്കാർക്ക് സ്വൈര്യമായിട്ട് ജീവിക്കണ്ടേ? ഏതോ ഒരു പെണ്ണെ കാണാനില്ലെന്നും പറഞ്ഞ് ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസർ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ശല്യം ചെയ്തോണ്ടിരിക്കുക. ഈ കാണാതായവരെയൊക്കെ ഞാൻ എവിടുന്ന് കൊണ്ട് കൊടുക്കാനാ? ശരി, ഹോം മിനിസ്റ്ററാ. എന്താണോ ഇതൊക്കെ? മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളുടെ വീട്ടിൽ ചെന്ന് അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. ആ പെണ്ണ് മിസ്സായതിന് തന്നെന്തിനാ അവരെ ചോദ്യം ചെയ്യുന്നത്? കാരണമുണ്ട് സർ. എന്ത് കോപ്പിലെ കാരണമാണോ? പ്രതിപക്ഷം കിടന്ന് ബഹളം വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അതെല്ലാം അന്വേഷിച്ച് റിപ്പോർട്ട് തന്നതല്ലേ? താനത് അങ്ങോട്ട് ശരിവെച്ചാൽ മാത്രം മതി. സോറി സർ, CM-ന് പ്രത്യേക താല്പര്യമുള്ള കേസാണിത്. ഹലോ ഹലോ, കുറിപ്പ് ഒരു കാര്യം ചെയ്യും, ഒന്ന് പറഞ്ഞു നോക്ക്. ബാക്കി കാര്യം ഞാൻ എന്തോ ഇരിപ്പായിരിക്കുന്നേ. കുറിപ്പ് കാര്യം ചെയ്യും, ഇപ്പൊ പൊയ്ക്കോ, ഞാൻ വിളിച്ചോളാം. പൊയ്ക്കോ, ശോശാമ്മ കൊണ്ടിരിക്കേ. പൊയ്ക്കോ. ഇവിടെ നടക്കുന്നുവല്ലോ, നിങ്ങൾ അറിയുന്നുണ്ടോ? എന്റെ പൊന്നു ശോശാമ്മ, എന്ത് നടന്നെന്നാ നീ പറയുന്നേ? ആ ക്രൈംബ്രാഞ്ച് ഓഫീസർ. യോ, എന്റെ പൊന്നു ശോശക്കുട്ടി അവരുടെ ചുക്കും ചെയ്യത്തില്ല. ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ലത്. അഥവാ കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല, നിങ്ങളും DSPയും കുടുങ്ങും. ഞാൻ എന്നാ കുടുങ്ങാനാ? അങ്ങനെ പറഞ്ഞൊഴിയണ്ട. നിങ്ങൾക്കറിയാമോ, പുതിയതായിട്ട് വന്ന ക്രൈംബ്രാഞ്ച് ഓഫീസറുടെ കണ്ണുകൾ എന്നെ എപ്പോഴും പിന്തുടരുകയാണ്. ഏത് നിമിഷവും അയാൾ എന്നെ അകത്താക്കും. നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് അയാളെ സ്ഥലം മാറ്റണം. ഇല്ലെങ്കിൽ മാളുവിനെ ഞാൻ പത്രക്കാരുടെയും ജീവിക്കാരുടെയും മുമ്പിൽ ഹാജരാക്കും. ഞാൻ മാപ്പുസാക്ഷിയായി മാറും. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്റെ പൊന്നു ശോശാമ്മ, ഒന്ന് പതുക്കെ പറ. എന്റെ ഭാര്യയും മക്കളും കേൾക്കും. ആര് കേട്ടാലും എനിക്കൊരു ചുക്കുമില്ല. ഞാൻ അങ്ങോട്ട് വരാം. ഇല്ല, നിങ്ങൾ വരില്ല, എനിക്കറിയാം. പക്ഷേ ഒന്ന് ഓർക്കണം, നിങ്ങൾക്ക് ഈ മന്ത്രി കസേര ഉണ്ടാക്കി തന്നത് ഞാനാണ്. അതിനുവേണ്ടി എത്ര പേരുടെ കൂടെ, എത്ര ഹോട്ടലുകൾ, TV-കൾ, എനിക്ക് പോലും അതൊന്നും ഓർമ്മയില്ല. നിങ്ങൾ അതൊന്നും മറക്കരുത്. എന്താടി, ഭീഷണിയാണോ? അതെ, ഭീഷണി തന്നെയാ. ഓ, നീയാണോ തമ്പി? അതെ തമ്പി. നീ ആ ശവത്തിൽ നിന്നെടുത്ത ആഭരണങ്ങളില് ഒരു വള കുറവുണ്ടല്ലോ, അതെന്ത് ചെയ്തു? എന്റെ പൊന്നു സാറേ, ഗുരുവായൂരപ്പനാണ് സത്യം. എന്റെ കയ്യിൽ ഇത്രയേ തന്നിട്ടുള്ളൂ. ആര് തന്നത്? അത് തന്നതല്ല, എനിക്ക് കിട്ടിയത്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആരോ തന്നെന്ന് പറഞ്ഞില്ല? അത് ഇല്ല സാറേ. അയ്യോ, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നീ പറഞ്ഞിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല. ഇവന് ചില കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് പറയിപ്പിച്ചേ. അയ്യോ, എന്റെ പൊന്നു സാറേ, ഈ കൈയെടുത്ത് തോളി വെച്ചിരുന്ന അപ്പൊ തന്നെ ചത്തുവും. എന്തു വന്നാലും നിങ്ങൾ എന്നെ കൊണ്ട് സത്യം പറയിക്കും. എന്നാ പിന്നെ ഇടിയുള്ളതിന് മുമ്പ് ആ സത്യം അങ്ങ് പറഞ്ഞേക്കാവല്ലോ. ചേട്ടനൊന്ന് പുറത്തോട്ട് നിന്നാട്ടെ, ഒരു കാര്യം സത്യം പറയാനുണ്ട്. ശോശാമയും തോമസ് സാറും കൂടെ എന്നെ ഇത് ഏൽപ്പിച്ചത്. അല്ല, നീ ഇപ്പൊ ശവം കണ്ടെന്ന് പറഞ്ഞതോ? അയ്യോ, അതും അവരാ പറയിപ്പിച്ചത്.
ഇന്നു മുതൽ ശോശാമ്മയുടെ വീട്ടിൽ ആരൊക്കെ വരുന്നു പോകുന്നു എന്ന് വാച്ച് ചെയ്യണം. യെസ് സർ. ആ മാത്രമല്ല ഹോം മിനിസ്റ്ററുടെ നീക്കത്തിലും ശ്രദ്ധ വേണം. യെസ് സർ. മേ കം ഇൻ സർ? യെസ് കം ഇൻ. ആ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നമസ്കാരം സർ. ഇവരുടെ മകൾ ശോശാമ്മയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു. പേര്? സിന്ധു. ആ കുട്ടി ഒരു ദിവസം കാണാതായി. അന്വേഷിച്ച് ചെന്നപ്പോ ഇവിടെയില്ലെന്നും എവിടെയുണ്ടെന്ന് അറിയില്ലെന്നും അവർ പറഞ്ഞു. ഇതാ സാറേ എന്റെ മോള്. വിഷമിക്കണ്ട, നമുക്ക് വേണ്ടത് ചെയ്യാം. വളരെ ഉപകാരം സാർ. ഹലോ, യെസ് സ്പീക്കിംഗ്. ഓഹോ, ഞാൻ എത്തി. സർ, ഞങ്ങൾ മീഡിയക്കാർക്ക് എന്തെങ്കിലും? നിങ്ങൾക്കൊരു വാർത്തയുണ്ട്. മോർച്ചറിൽ ഇരിക്കുന്ന തലയില്ലാത്ത ശവത്തിന്റെ തല കായലിൽ പൊങ്ങി. ഇല്ല. സാറേ, അതെന്റെ മോള് തന്നെയാ, എനിക്ക് ഉറപ്പാ. എന്റെ ഈശ്വര, ഇങ്ങനൊരു കൊലച്ചതി ചെയ്തല്ലോ എന്റെ കുഞ്ഞിനോട്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയം? ഞാൻ എന്റെ മോളെ കാണാനും പൈസ വാങ്ങാനും ഒക്കെ ശോശാമ്മയുടെ വീട്ടിൽ പോവായിരുന്നു. അവരെന്റെ മുമ്പിൽ വെച്ചുകൂലി എന്റെ കുഞ്ഞിനെ അടിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ആരുമില്ല സാറേ, ഞങ്ങള് പാവങ്ങളാ. ഞാൻ അവിടെ ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്റെ മോളെ ഒന്ന് നേരെ ചൊവ്വെ കാണാൻ പോലും അവർ സമ്മതിക്കില്ലായിരുന്നു. എന്റെ ദൈവമേ, അടുത്ത മാസം എന്റെ കുഞ്ഞിന്റെ കല്യാണം നിശ്ചയിച്ചിരുന്ന സാറേ. ശരി, ഞാൻ അന്വേഷിക്കാം. ഈ ശോശാമ്മ അങ്ങനെ എത്ര പേരെ കണ്ടിരിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പതിവില്ലാതെ രാവിലെ തന്നെ പോലീസ്? പോലീസിന് അങ്ങനെ സമയവും കാലവും വല്ലതും ഉണ്ടോ? എന്റെ കൂടെ ഒന്ന് സഹകരിച്ചൂടെ എല്ലാ കാര്യത്തിനും? പിന്നെ സഹകരിക്കാമല്ലോ, അതിനാണല്ലോ ഞാൻ വന്നത്. ഈ കുട്ടിയെ നീ അറിയുമോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ.
ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ സാർ. ആ ശരി, നടക്കാണ്ട് നീയാണ് ശോശാമ്മയുടെ വലങ്കൈ അല്ലേ? ഇനി പറ, ആ വീട്ടിൽ നിന്നെ കൂടാതെ മറ്റാരൊക്കെ ഉണ്ടായിരുന്നു? പറയടാ, സത്യം പറയടാ. പറയാം. രാജി, ജൂലി, പിന്നെ സിന്ധു. ആ സിന്ധുവിനെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. അവളെവിടെയാ? പറയാം പറയാം. സിന്ധുവിനെ നീ എങ്ങനെയാ കൊന്നത്? ഇല്ല, ഞാൻ കൊന്നിട്ടില്ല. എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ലേ? പറയൂ, പറയുന്നത് നിനക്ക് നല്ലത്. പറയടി. പറയാം, ഞാൻ പറയാം. എടി, നീ അവളെ രക്ഷപ്പെടുത്തു അല്ലേടി? പറയടി, അഹങ്കാരി. തൊട്ടാ നീ എന്ത് ചെയ്യടി? ഇവിടെ നടക്കുന്ന എല്ലാ വൃത്തിയും ഞാൻ പുറത്ത് വിളിച്ച് പറയും. പറയൂ അല്ലേടി? ക്രിസ്റ്റി, കാണുന്നുണ്ടല്ലോ, എവിടെ പോയി കിടക്കുന്നു?
എന്തു പറ്റി? ക്രിസ്റ്റിക്ക് ഒരു കയ്യബദ്ധം പറ്റി. എന്താ? സിന്ധു മരിച്ചു. മരിച്ചോ? ഗുഡ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഇത് മാളുവിന്റെ ഡെഡ് ബോഡിയാ. അല്ല, സിന്ധുന്റെയാ. നമ്മൾ മാളുവിന്റേതാക്കുന്നു. ക്രിസ്റ്റി, അവളുടെ കഴുത്തറുത്ത് കായലിൽ തല ഒരു സ്ഥലത്തും ബോഡി വേറൊരു സ്ഥലത്ത് വിടുക. തല അറുത്തിട്ടാൽ ഒരിക്കലും തല പൊങ്ങില്ല. ഇത് പോലീസിന് മാത്രമേ അറിയൂ. ശരി, അപ്പൊ മാളു എവിടെ? കണ്ണു കണ്ടൂടെ? മാളവിക, ഇതാരാ വന്നിരിക്കുന്ന നോക്കമ്മേ. നമ്മുടെ മോള് നമ്മുടെ മോള് വന്നല്ലേ? ഗോമതി, നമ്മുടെ മോള് വന്നില്ലേ? അതിനല്ലേ നമ്മൾ പ്രാർത്ഥിച്ചോണ്ടിരുന്നത്. പിന്നെന്തിനാ കരയുന്നേ? അമ്മേ, മാളുവിനെ കുറിച്ച് നമ്മൾ എന്തെല്ലാം ധരിച്ചത്? അങ്ങനെ ഒന്നുമില്ല അമ്മേ. ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കിയതാ. നമ്മൾ തന്നെ എന്തൊക്കെ വിചാരിച്ചു. അതൊക്കെ വെറും തോന്നലായിരുന്നു. അമ്മ, ഇവൾക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അമ്മേ. അമ്മയ്ക്ക് വിശ്വാസം വരണില്ല അല്ലേ? അല്ല, ആരും വിശ്വസിക്കില്ല. മാള് മരിച്ചു എന്നല്ലേ പോലീസുകാർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഇപ്പൊ എല്ലാം വെറുതെയാണ്. അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അല്ല, എനിക്കറിയായിരുന്നു അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന്. ഒരു പെണ്ണ് കൂട്ടുകാരിയുടെ വീട്ടിൽ പോയ പോലും ഇല്ലാത്ത അപവാദം പറഞ്ഞു വരുത്തുന്ന ആളുകളാണ് നമ്മുടെ ആളുകള്. അമ്മയും വിശ്വസിച്ചില്ലേ? ആളുകൾ പറഞ്ഞതൊക്കെ നുണയമ്മേ. ഒരു പെണ്ണ് എങ്ങോട്ടോ പോയെന്ന് വെച്ച് ഇനി എല്ലാവർക്കും മനസ്സിലായിക്കോളൂ. അല്ല, ഇവളുടെ കയ്യിലുണ്ടമ്മേ തെറ്റ്. നമ്മൾ എന്തൊരു ടെൻഷൻ ഇവിടെ അനുഭവിച്ചത്. ഇവൾക്കൊന്ന് ഫോൺ ചെയ്യാൻ പാടില്ലായിരുന്നു. നിന്നെ എനിക്ക് വേണം. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് മാളൂനെ തന്നൂടെ? അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് മാളൂനെ തരാൻ പറയൂ അമ്മേ. പറയൂ അമ്മേ.